എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുമേഷ് സദാനന്ദൻ. ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ് സ്വദേശം. ഇപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ആദ്യമായിട്ട് എല്ലാവരെയും ഈ ഒരു പ്ലാൻ പ്രസൻറ്റേഷനിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഒരു പ്രസൻറ്റേഷൻ സാധാരണ നമുക്ക് അരമണിക്കൂറായിരിക്കും എല്ലാ ദിവസവും പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കമ്പനി ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും എടുത്ത് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഈ ഒരു പ്രസന്റേഷൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേര് സുരേഷ് രാജു. നാട്ടില് കാസർഗോഡാണ്. ഇവിടെ ദുബായിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഫാമിലിയായിട്ട്. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും നല്ലൊരു ആളെയാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സുരേഷ് സാർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാർ ആരും ഇല്ലാന്ന് തോന്നുന്നല്ലേ, എല്ലാവരും പഴയ ആൾക്കാരാന്ന് തോന്നുന്നത്. പക്ഷെ എന്തായാലും നമ്മുടെ സുമേഷ് സാർ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ പ്ലാൻ എടുക്കുന്നൊക്കെ 20 മിനിറ്റ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ നമ്മൾ NDO പ്രോഗ്രാം ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടാവും. കാരണം നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കും. നമ്മുടെ എല്ലാവരും പ്ലാൻ കേട്ടവരായിരിക്കാം, പഴയ ആൾക്കാരും പുതിയ ആൾക്കാരായാലും. NDO ഒരു പ്രാവശ്യമല്ല എത്ര പ്രാവശ്യം കേട്ടാലും നമ്മൾക്ക് നോളജ് കൂടുകയുള്ളൂ, കുറയുകയില്ല. രാജി സാർ പറയുന്ന പോലെ നമ്മൾ എപ്പോഴും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഓരോ കാര്യം പറയുമ്പോൾ നമുക്ക് ഓരോ പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റിപ്പീറ്റ് ഇതിലൊരു ചേഞ്ചസും ഇല്ല. ആരോട് പറയുന്നതും ആര് പറയുന്നതും എല്ലാം ഒരേ പോയിന്റ് ആയിരിക്കും. കാരണം അതാണ് നമ്മുടെ സിസ്റ്റം, പിന്നീട് സിസ്റ്റം. നമുക്കൊരു ഈ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് 1 മണിക്കൂർ വേണ്ടതുകൊണ്ട് അധികം കൂടുതൽ സംസാരിക്കുന്നില്ല. ഡയറക്റ്റ് പ്ലാനിലോട്ടിന് പോവാം. നമുക്കിന്ന് 48 ആളെ വന്നിട്ടുള്ളൂ. കാരണം നബിദിനം അതുപോലെ തന്നെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരാൾക്കാർ തിരക്കിലായിരിക്കാം. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പ്ലാൻ കേട്ട് പിന്നെ അവർക്ക് ബിസിനസ് എങ്ങനെ ചെയ്യണം, നെക്സ്റ്റ് ലെവൽ എന്താണെന്ന് അറിയില്ല, ഒരു ഐഡിയ കിട്ടാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർക്ക് വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. ഞാനൊരു സ്ക്രീനിന്റെ സഹായത്തോടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഒന്ന് പ്രസന്റേഷൻ പറഞ്ഞു തരുന്നത് സ്ക്രീനിന്റെ സഹായത്തോടാണ്. ഓക്കെ, സുമേഷ് സാർ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വോയിസ് ഓക്കെ ക്ലിയർ അല്ലേ? ഓക്കെ 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 ഓക്കെ. NDO എന്താണ്? NDO ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ഓറിയന്റേഷൻ. നമ്മൾക്ക് മിക്ക ആൾക്കാർ നമ്മൾ പിന്നെ ഇത് പഴയ ആൾക്കാരോട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിന്നെ ആൾക്കാർക്ക് ഈ അവസരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ബിസിനസ് പ്ലാൻ. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? പ്ലാൻ പ്രസന്റേഷൻ നമ്മൾ ഷോർട്ട് പ്ലാൻ ആണ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് സക്സസ് ആവാൻ, അവർക്ക് പിന്നെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു പിന്നെ എക്സ്പ്ലനേഷൻ ആണ്, ഒരു ഡീറ്റെയിൽ ഒരു പ്രസന്റേഷൻ ആണ് NDO, പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പഴയ ഒരാൾക്കും കേട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും പറ്റുമെങ്കിൽ ഒരു പേന പേപ്പർ എടുക്കുക. ഞാനിത് ഇവിടെ വിഷ്വലായിട്ട് കാണിക്കാൻ കാരണം എല്ലാ മീറ്റിങ്ങിലും നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട് പെന്ന് പേപ്പർ എടുക്കുക. ഈ മീറ്റിങ്ങിൽ മാത്രമല്ല, നമ്മുടെ വെസ്റ്റേജിന്റെ ഏത് പ്രസന്റേഷൻ ആണേലും നിങ്ങൾ പെന്നും പേപ്പറും എടുത്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഇതൊരു വലിയ പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മുടെ ബിസിനസ് ഓരോ ആൾക്കാരും ചെയ്യുന്നതും നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ടേബിൾ ഒരു ചെയർ ഇട്ടിട്ട് നമ്മളൊരു ഒഫീഷ്യൽ സെറ്റപ്പ്, നമുക്കൊരു മൈൻഡിൽ ഫീൽ വേണം. ഞാൻ വെസ്റ്റേജിന്റെ ഒരു പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഒരു ഡീലർഷിപ്പ് എടുത്തിരിക്കുകയാണ്. അത് എനിക്ക് ഇവിടെ സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഓഫീസാണ് സെറ്റപ്പ്. ടേബിളിൽ ചെയർ ഇല്ലെങ്കിൽ ചെറിയ വീട്ടിൽ എന്താണ് നിങ്ങൾക്ക് പറ്റുന്നത് ആ ചെറിയൊരു സെറ്റപ്പ് അത് നമുക്ക് കാണുന്ന ഒരു ഫീൽ ആവണം. നല്ലൊരു വില കൊടുക്കുന്ന നല്ലൊരു ബുക്ക്, നല്ലൊരു പെന്ന്, അതൊക്കെ കുറച്ച് നല്ല പെന്നിന് വാങ്ങിക്കോളൂ. നിങ്ങൾക്കായിട്ടൊരു സെറ്റപ്പ് ചെയ്യുക, അതിന്റെ ബിസിനസ് സെറ്റപ്പ് പോലെ കേട്ടോ, ഒരു കോർണറിൽ. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു ഫീൽ ആവും, ഡെയിലി ബിസിനസ്സിലൊരു ഫീൽ ആവും. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുക. ഞാൻ പിക്ചറൈസേഷൻ എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഒരാൾ എഴുതുന്നത് കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരും. ഓക്കെ, നെക്സ്റ്റ് ഒരാൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അല്ലെ? ഒരാൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു സാധാരണ ഒരു കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല. പറയുമ്പോൾ പെട്ടെന്ന് കേട്ട് ചിലപ്പോൾ അത് അവർ സ്കിപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ പിക്ചറൈസേഷൻ ചെയ്യുമ്പോൾ മുമ്പിൽ ഒരു പിക്ചർ വെച്ചിട്ട് ആന എന്ന് പറയുമ്പോൾ ഇപ്പൊ ആൾക്കാരുടെ ഇനിയിപ്പോ നാളെ മുതൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും ആന. പെട്ടെന്ന് നമ്മുടെ ചെറിയ കുട്ടികളുടെ മൈൻഡിലായാലും ഒരു
പിക്ചറിന്റെ ചെയ്യുമ്പോൾ അവർക്ക് പിക്ചറൈസേഷൻ വരും. ഈ ആനയുടെ പിക്ചറെ കൊടുത്ത് കാണിക്കുമ്പോൾ ആന എന്ന് പറയുമ്പോൾ പിക്ചറും കൂടി മൈൻഡ് വരും. അത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ഈ ബിസിനസിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പ്രസന്റേഷൻ ചെയ്യും, ആർക്കെങ്കിലും നമുക്ക് പുതിയ അവസരം ഷെയർ ചെയ്യുമ്പോൾ പിക്ചറൈസേഷൻ രീതിയിൽ തന്നെ പറയാം. ചിലവർക്ക് പിന്നെ കേട്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവാം, പക്ഷെ അവർ മനസ്സിലായിട്ടാണ് മൈൻഡിൽ പതിയത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ പ്രസന്റേഷൻ ചെയ്യുന്ന പിക്ചറൈസേഷൻ കാരണം നമ്മളെ മൈൻഡിൽ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും ക്ലിയർ ആയിട്ട്. ഓക്കെ, നമ്മുടെ പഴയ പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. സിഒ, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പറയാം കേട്ടോ, കാരണം നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് സെഷനും അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും നമുക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആരാ ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ആരാ അവരായിട്ട് ഇരുന്നിട്ട് ഒന്ന് ഡിസ്കഷൻ ചെയ്യണം കേട്ടോ. അവർ മൊബൈലിൽ വിളിച്ചിട്ടോ അങ്ങനെയെങ്കിലും ഡിസ്കഷൻ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് എഴുതി വെച്ചത് ഒരാൾ മിനിമം ഒരു 5 ഡൗട്ടെങ്കിലും എഴുതി വെച്ചിരിക്കണം നിങ്ങൾ അപ്ലൈനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്ലൈൻ നിങ്ങൾക്ക് അറിയാം, അപ്ലൈനെ ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ അപ്ലൈനെ ചോദിച്ചിട്ട് നിങ്ങൾ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. സിഒ, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. കൺസ്യൂമറിനെ എംപവർമെന്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്താണ്, നമ്മൾ ജനിച്ചൊന്നു മുതൽ ഒരുപാട് ജീവിത ചെലവുകൾ നമ്മൾക്കുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു സ്ഥാപനവും നമ്മൾക്ക് എംപവർമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ഷോപ്പുകളോ ഒരു സ്ഥാപനം എംപവർമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ നമ്മുടെ കൺസ്യൂമർ എംപവർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ സാധാരണ ബിസിനസ് അല്ല. സാധാരണ ഒരുപാട് ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സ്കിപ്പായി ചെയ്യുന്ന കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വ്യക്തമായ ഒരു സിസ്റ്റം ഇല്ല. നമ്മുടെ ബിസിനസ് ചെയ്യുന്ന വിന്നിംഗ് ടീം എന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ ആണ്. ഒരുപാട് ഫാമിലീസ്, ഒരുപാട് വ്യക്തികളെ സക്സസ് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ സക്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ. അതിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് നമുക്ക് ഇവിടെ സക്സസ് ആവുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഒരു പ്രസക്തി ഇല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് പറ്റും വിന്നിംഗ് ടീമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഇവിടെ ഒരാളുടെ ഡ്രീമാണ്, ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഡ്രീമാണ്. പക്ഷേ നമുക്ക് ഈ ഡ്രീം എല്ലാം ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റൂല, അല്ലെ? എങ്ങനെയാ സാധിക്കുക? സംബന്ധിച്ചാല് എനിക്കൊരു കാറ് വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കാറ് വാങ്ങാൻ ഒരുപാട് ദിവസത്തെ പൈസകളൊക്കെ സ്വരൂപിച്ചായിട്ട് കാറ് വാങ്ങാം. അപ്പോഴേക്കും പിന്നെ നമ്മുടെ വീട് ഒക്കെ ചോർന്ന് കളിക്കാൻ തുടങ്ങും. പഴയ വീടായിരിക്കാം, വീട് കെട്ടാൻ പറ്റൂല വീടിന്റെ. ഓക്കെ, അത് വീടിനും കാറിനും ഒക്കെ മിക്ക ശരാശരി ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഒരു ലൈഫ് മുഴുവൻ വീടും കാറിനും വേണ്ടിയിട്ട് EMI അടച്ചു തീർക്കുന്ന ആൾക്കാരാണ് കാണുന്നത്. അതുപോലെ ഒരു വിദേശ ടൂറുകൾ പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കൂല. അതുപോലെ ആവശ്യത്തിലുള്ള കാശ് ഒരിക്കലും നമ്മളെ കയ്യിൽ കിട്ടൂലല്ലോ. ഇതൊക്കെ നമ്മൾ തലകറങ്ങി തിരിച്ച് പണി എടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഫാമിലി ഒരു സൈഡ് ആയിട്ടുണ്ടാകും. അവർ നമ്മളുമായിട്ട് ഡിറ്റാച്ച് ആയിട്ടുണ്ടാകും, കുറെ ദൂരമായി പോകണം. കാരണം നമ്മൾ ഇതിന്റെയൊക്കെ പിറകെയാണ്, ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മളെ ഒന്ന് വിട്ടുപോകും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള ബിസിനസ്, ഈ ബിസിനസ്സിലൂടെ നമുക്ക് പിന്നെ സീരിയസ് ആയിട്ട് എടുക്കുക. സീരിയസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. സീരിയസ് ആയിട്ട് ചെയ്യുന്നവർക്കാണ്. നമ്മൾ ഒരുപാട് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പ്രസന്റേഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. സീരിയസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡ്രീമും ഒക്കെ എഴുതി വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സക്സസ് ഫുൾ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ്. നമുക്ക് ഒരു സക്സസ് ജീവിതം എന്താണ് നമ്മുടെ സക്സസ്ഫുൾ ജീവിതം എന്ന് പറയുന്നത്? ആവശ്യത്തിലുള്ള കാശ് ഉണ്ടായിരിക്കണം, അല്ലേ? അത് ചെലവാക്കാൻ ടൈം വേണം, നല്ലൊരു ആരോഗ്യം ഉണ്ടായിരിക്കണം, ലൈഫിന് സെക്യൂരിറ്റിയും കൂടി ഉണ്ടായിരിക്കണം. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ലൈഫായില്ലേ? ഇതൊക്കെ കിട്ടുമോ സാറേ? വളരെ പാടല്ലേ? ഇല്ല, വളരെ പിന്നെ കുറച്ച് കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇതില് നിങ്ങൾ ആദ്യം കുറച്ച് കഷ്ടപ്പെടാൻ റെഡിയാണോ? പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലി ലൈഫ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ഇവിടെ തീർച്ചയായിട്ടും പറ്റുന്നതായിരിക്കും. നമ്മൾക്കറിയാം, ഒരു കുടുംബത്തിലായിക്കോട്ടെ, ഒരു ഫാമിലായിക്കോട്ടെ, എവിടെ ആയാലും ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? വരുമാനം, ഇൻകം. വരുമാനം നിലയ്ക്കുകയോ വരുമാനം കുറയുകയോ വരുമാനം സേഫ് അല്ലെങ്കിലോ ഒക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലേ? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ വായിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർ സേഫ് ആയിരിക്കും. ചിലപ്പോൾ വരുമാനം, ചിലവർക്ക് വരുമാനം ഒന്നും ഉണ്ടാവില്ല, ചിലവർ തേടി നടക്കുകയായിരിക്കും. വാട്ട് അബൌട്ട് യുവർ സേവിങ് ഫോർ ഫ്യൂച്ചർ? വരുമാനം ഉള്ളവരോടാണ്. നിങ്ങൾ ഭാവിയിലേക്ക് എന്താണ് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്തവർക്ക് 0 ആണ്, അല്ലെ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? ഒരിക്കലുമല്ല. ജോബ് സെക്യൂരിറ്റി എത്ര നല്ല കമ്പനിയിൽ ഏത് പൊസിഷൻ ഉണ്ടെങ്കിലും, ഏത് സെക്യൂരിറ്റി പൊസിഷൻ ഉണ്ടെങ്കിലും ചെറിയൊരു റീസൺ മതി ചിലപ്പോൾ ജോബ് നഷ്ടപ്പെടാൻ. നമ്മൾ എപ്പോഴും ആ ജോബ് സെക്യൂരിറ്റി കൂടി നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ജോബ് നാളെ പോകുമോ, മറ്റന്ന് പോകുമോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ഡ്യൂട്ടി ടൈമിൽ എന്തെങ്കിലും ചെയ്താൽ ചില 10 മിനിറ്റ് പിന്നെ ഏതെങ്കിലും ബാത്റൂം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ജോബ് നഷ്ടപ്പെടും. അതുപോലും അത്രയും കെയർ ആയിട്ടാണ് ഓരോ ആൾക്കാരും പിന്നെ ശ്രദ്ധിച്ചാണ് ജോലി ചെയ്യുന്നത്. കാരണം ജോബ് സെക്യൂരിറ്റി പേടിയാണ്.
ഇതൊക്കെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ടാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളൊക്കെ കണ്ടറിയാൻ പറ്റും ആൾക്കാർ എത്ര പേടിച്ചാണ് ജോലി ചെയ്യുന്നത്, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ജോലി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. നാട്ടിലും അതായിരിക്കും, അതേ അവസ്ഥയായിരിക്കാം. ഹൗ വിൽ മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്പ്? നമ്മുടെ ഇപ്പോഴത്തുള്ള വരുമാനം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് സഡൻ സ്റ്റോപ്പായി, വണ്ടിയുടെ EMI അടക്കണം, വീട്ടിന്റെ ഇത് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും? നെക്സ്റ്റ്, ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? ഒരിക്കലും കിട്ടാറില്ല അല്ലേ? നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് പിറകെ പോകുമ്പോഴേക്കും നമ്മുടെ ഫാമിലി കൂടെ ചെലവഴിക്കാൻ സമയം കിട്ടില്ല. അത് മിക്ക ആൾക്കാരുടെ പ്രശ്നമാണ്. പിന്നെ എന്താ പറ്റുന്നു? നല്ല ഫാമിലി നമ്മൾ ഒന്ന് ഡിറ്റാച്ച് ആയി പോകും, ദൂരെ ദൂരെ പോകുന്നുണ്ടായി കാണാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാം. പക്ഷെ നമ്മുടെ ഈ ബിസിനസ് ഫാമിലിയുമായിട്ട് ചെയ്യുക. ഞാനിപ്പോ എന്റെ ഫാമിലി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട്, കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു അതൊക്കെ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ രണ്ടുപേരും ഒരു കോർഡിനേഷനോടെ, വീട്ടിൽ എല്ലാവരും കോർഡിനേഷൻ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. യാതൊരു കാരണവശാലും പിന്നെ നിങ്ങൾ ഈ ബിസിനസ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരും സ്കിപ്പ് ചെയ്യരുത്. ടൈപ്പ് ഓഫ് ഇൻകം നമുക്കറിയാം. വരുമാനം ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ നമ്മൾക്ക് വരുമാനം ആവശ്യമാണെന്നുള്ളത്. ഇപ്പോ ഓക്കെ, നമുക്ക് വരുമാനം ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും വരുമാനം ഉണ്ടാവുമല്ലോ. വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അത് എന്താ ശാണോ? ആക്റ്റീവ് ഇൻകം ആണ്. രണ്ട് തരത്തിലുള്ള വരുമാനം ഉള്ളത്, ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. നമ്മുടെ ഈ ബിസിനസ് ചെയ്യുന്നത് പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ബിസിനസ്സിൽ ആക്റ്റീവ് ഇൻകം കിട്ടും, പാസീവ് ഇൻകം കിട്ടും. നമ്മൾ ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയിട്ടും ആക്റ്റീവ് ഇൻകം, ബിസിനസ് പാസീവ് ഇൻകം കിട്ടും. നമ്മുടെ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പാസീവ് ഇൻകം ആണ്. എന്താണ് പാസീവ് ഇൻകം? ആക്റ്റീവ് ഇൻകം കിട്ടാൻ നമുക്ക് എംപ്ലോയി, അതായത് ഞാനിപ്പോ ഒരാൾ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്ത് ജോലി നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടുന്നില്ലേ? അത് ആക്റ്റീവ് ഇൻകം ആണ്. അതുപോലെ ടീച്ചർ, ഡോക്ടേഴ്സ്, അവർക്കൊക്കെ ആക്റ്റീവ് ഇൻകം തന്നെയാണ്. അവർ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? അവർ വരുമാനം സ്റ്റോപ്പായി. പക്ഷെ പാസീവ് ഇൻകം അങ്ങനെയല്ല. നിങ്ങൾ 3 to 5 ഇയർലി ബിസിനസ്സിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും. അതായത് ചിലപ്പോൾ 1 to 2 ഇയർ മതി നിങ്ങൾക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മലബാർ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റിയാണ് ആ ഷോപ്പിന്റെ സെലക്ട് ചെയ്തത്. ഏത് ഷോപ്പിൽ പോയാലും ഒരേ ഒരു സിസ്റ്റം ആയിരിക്കും. ആൾക്കാരെ സ്വീകരിക്കുന്നു, ഇരുത്തുന്നു, വെള്ളം കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു. എവിടെ പോയാലും അത് അവരുടെ സിസ്റ്റമാണ്. അതിന്റെ ഓണേഴ്സ് അവിടെ ഏത് മലബാർ ഷോപ്പിൽ പോയി ഇരിക്കില്ല. അവരുടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടേബിളിൽ, റിസപ്ഷനിലൊരു സിസ്റ്റം, അവർ ബില്ലിംഗ് സിസ്റ്റം, ഇതൊക്കെ സിസ്റ്റമാറ്റിക് വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ബിസിനസ് സിസ്റ്റം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതാണ് ചെയ്തിരിക്കുന്നത്. അതാണ് 3 to 5 ഇയർ ടൈം എടുക്കുന്നു പറയുന്നത് നമ്മുടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. നമ്മുടെ മിക്ക ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ പാസീവ് ഇൻകത്തിന്റെ ആൾക്കാർ വളരെ കുറവാണ്. മിക്ക ആൾക്കാരും ആക്റ്റീവ് ഇൻകത്തിന്റെ ആൾക്കാർ തന്നെയാണ്, അല്ലെ? ഈ ആക്റ്റീവ് ഇൻകത്തിന്റെ ആൾക്കാരുടെ കാശും കാണില്ല. ഈ പാസീവ് ഇൻകാരൊക്കെ ഉണ്ട്, അവരുടെ കാശും കാണുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണ് ഈ ബിസിനസ്സിൽ കിട്ടുക? വാട്ട് യു ഗെറ്റ്? അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നു, എനിക്ക് എന്താണ് ഇരുന്ന് കിട്ടുക? നമ്മുടെ എല്ലാവരും കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ, അല്ലെ? തീർച്ചയായിട്ടും എക്സ്ട്രാ ഒരു ഇൻകം. ഇപ്പൊ ജോലിയുള്ളവർക്കാണെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം, വരുമാനം, എക്സ്ട്രാ ഒരു വരുമാനം കിട്ടും. ഓക്കെ, ജോലി ഇല്ലാത്തവരൊക്കെയാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു വരുമാനം, നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റും. ഇത് ഏതൊരാൾക്കും ഇതിന് വിദ്യാഭ്യാസം ആവശ്യമില്ല, പിന്നെ ഇതിന് വലിയൊരു കഴിവൊന്നും ആവശ്യമില്ല, ഇതിന് സൗന്ദര്യം ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഏതൊരാൾക്കും ഇവിടെ നമ്മുടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം. എത്ര കാശ് വേണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ. കാരണം അവരോ വരക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളെ മൊബൈലിൽ വരക്കാതെ. ഫിനാൻഷ്യൽ ഫ്രീഡം, നമുക്ക് എത്ര വേണം കാശ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ ഡ്രസ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് വില നോക്കിയൊക്കെ എടുക്കുക. ഓക്കെ, സാധാരണ അത് അങ്ങനെയാണ്. നമ്മൾ വലിയ ആർഭാട ഡ്രസ്സുകൾ ഇടണ ആവശ്യമൊന്നും ഇല്ലായിരിക്കാം, ചിലപ്പോൾ വേണ്ടായിരിക്കാം. ഓക്കെ, ഡ്രസ്സ് വില വെച്ച് പേടിച്ച് എടുക്കുക. അവസാനം ചെറിയൊരു പൈസ എടുക്കാം. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയാലോ, ഓരോ കറിയുടെ റേറ്റും പിന്നെ ഫ്രൈയുടെ റേറ്റും ഒക്കെ ഏറ്റവും കുറഞ്ഞ സാധനമൊക്കെ കഴിക്കാം. നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ, ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ ഒഴിവാക്കി ചെറിയ എന്തെങ്കിലും മത്തി ഫ്രൈ ഒക്കെ എടുത്തേക്ക് നമുക്ക് ഭക്ഷണത്തിന് കഴിക്കാം, മിക്ക ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ, അല്ലേ? കാരണം നമ്മുടെ ബഡ്ജറ്റ് ഇല്ല, നമുക്ക് നാളെയും ജീവിക്കണം, മറ്റന്നാളും ജീവിക്കണം. ഒരുപാട് കാൽക്കുലേഷനിൽ ജീവിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മൾക്ക് പിന്നെ വന്ന ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. അതായത് നിങ്ങളിപ്പോ ഒരു ജോലി വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ 1-നും 5-നും ഇടയിലേക്ക് ശമ്പളം കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞ് 10-ാം തീയതി നമ്മുടെ ഈ ബിസിനസിന്റെ ബോണസ് വരുന്നുണ്ട് എല്ലാവർക്കും. ഏതൊരു ആൾക്കും 10-ാം തീയതി ബോണസ് വരും കമ്പനിയുടെ. അപ്പോ രണ്ടാമത്തെ ഒരു സെക്കൻഡറി ഇൻകം ആയി. മനസ്സിലായില്ലേ? അങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് വരാനുണ്ട്. അപ്പൊ അതിലും അത് കണ്ടിന്യൂറ്റി ആയി വന്നുകൊണ്ടിരിക്കും. ടൈം ഫ്രീഡം, നമ്മുടെ ടൈം ഉപയോഗിച്ച് ചെയ്യാം. ഞാനിപ്പോ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ടൈം മാത്രമേ ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ.
കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ ഫ്രീ ടൈം അല്ലെങ്കിൽ ഓഫ് ഡേ ഒക്കെ ഉപയോഗിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് കൊണ്ട് ഞാൻ നല്ല ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ ആൾക്കാരും ഇവിടെ ഇല്ല, മിക്ക ആൾക്കാരും ചെയ്യുന്നത് പാർട്ട് ടൈം ആണ്. ഫുൾ ടൈം ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഫുൾ ടൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെതായ ഫാസ്റ്റ് മൂവ് ചെയ്യാനും പറ്റും. ഗുഡ് ഹെൽത്ത്, നമുക്കറിയാം നമ്മൾ ഇന്ന് എല്ലാവരും ഹെൽത്തിന്റെ പിറകാണ് ഓടുന്നത്, ആരോഗ്യത്തിന്റെ പിറകാണ് ഓടുന്നത്. ജിമ്മ്, പിന്നെ ജിമ്മിലോട്ടും യോഗയിലും അതും ഇതൊക്കെ. കാരണം പേടിയാണ്, ഒരുപാട് പിന്നെ കേൾക്കുന്നുണ്ടല്ലേ, ഹാർട്ട് അറ്റാക്കും സൈലന്റ് അറ്റാക്ക്, അതുപോലെ ഒരുപാട് ഇഷ്യൂസ് മനുഷ്യന്, ഷുഗർ, പ്രഷർ ഒക്കെ വരുന്നുണ്ട്. ഒരു വലിയ വലിയ ബിസിനസ്സുകാരെ നോക്കി അറിയാം, അവർ മിക്കവാറും പിന്നെ മെഡിസിൻ എടുക്കുന്നവരും അതുപോലെ ട്രീറ്റ്മെന്റിലും ഒക്കെയാണ്. കാരണം അവർ ബിസിനസിന്റെ പിറകെ പോകുമ്പോഴേക്കും അവർക്ക് ഹെൽത്ത് കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബിസിനസ്സിൽ നല്ല ഹെൽത്ത് കെയർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. ലിവ് എ ലെഗസി, നമുക്ക് ഒരുപാട് നമ്മുടെ തലമുറകൾ നമ്മൾ അറിയപ്പെടാൻ പറ്റുന്നതായിരിക്കും ഇതിൽ വരുന്ന തലമുറകളൊക്കെ. കാരണം ഈ ബിസിനസ് അടുത്ത തലമുറക്ക് നമുക്ക് കൈമാറാൻ പറ്റും. ഇയർലി റിട്ടയർമെന്റ് നമുക്കറിയാം, സാധാരണ ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ ബിസിനസ്മാനൊക്കെ, സോറി, അതിലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആള്, അദ്ദേഹം ഒരു 65 അല്ലെങ്കിൽ 55, 58 വയസ്സ് നമ്മുടെ റിട്ടയർമെന്റ് കിട്ടുള്ളൂ. അതുവരെ അവർ കഷ്ടപ്പെട്ട് അവിടെ കാശുണ്ടാക്കി, അപ്പോഴേക്കും ചിലപ്പോൾ അസുഖം വരാം, എന്തെങ്കിലും ചെയ്യാം, എൻജോയ്മെന്റ് ടൈം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ 3 to 5 ഇയറിൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, നോ ഇഷ്യൂ. കാരണം 3 to 5 പാസീവ് ഇൻകം, ഞാൻ നേരത്തെ പറഞ്ഞ പാസീവ് ഇൻകത്തിൽ കടന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിലും നിങ്ങളുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഞാനിങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. ഞാനിതിലൂടെ എന്നെ ഫസ്റ്റ് ഇതിൽ വന്നപ്പോൾ എന്റെ ഗ്രേറ്റ് അപ്ലൈൻ ഷാജി സാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്താണ് ഇവിടെ എനിക്ക് നേടിയെടുക്കാനുള്ളത്? ഫസ്റ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ കയറി കുറച്ച് പ്രസന്റേഷൻ എടുക്കാനുള്ള അവസരം. പക്ഷെ അത് ട്രെയിനിങ്ങിലൂടെ എനിക്ക്, വലിയ ടീമിന്റെ ട്രെയിനിങ്ങിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനും ഇതുപോലെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഓഫ് ആക്കിയിട്ടില്ലേ. അപ്പോ പിന്നെ ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എനിക്കും ഇതായിരുന്നു, കാരണം ഇതിലൊന്നും ഫീൽഡൊന്നും ഒരു എന്താ പറയാ, നല്ല വ്യക്തമായ ധാരണയില്ലാത്ത വ്യക്തിയായിരുന്നു. വീഡിയോ ഓഫ് ആക്കിയിട്ട് അറ്റൻഡ് ചെയ്യുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ വൈഫൊക്കെ ചോദിക്കും, നിങ്ങൾ എന്താ വീഡിയോ ഓഫ് ആക്കിയിട്ടൊക്കെ ഇരിക്കുന്നത്? നമ്മൾ ശരിക്കും നമ്മളെ കാണാതെയാണോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? നിങ്ങൾ കൂടെ വന്നവർ എങ്ങനെ ബിസിനസ് ചെയ്യുന്നത് നിങ്ങളെ കാണാതെ? നിങ്ങൾ ആരാന്ന് നിങ്ങളെ കൂടെ ഉള്ളവർക്ക് അറിയില്ല, പിന്നെ എങ്ങനെ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. അപ്പൊ ശരിയാണ്, കാരണം ഞാൻ പിന്നെ ഒരു വീഡിയോ ഓൺ ആക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്കൊരു സെൽഫ് കോൺഫിഡൻസും കൂടി കിട്ടി, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേഴ്സണൽ, ഞാൻ മാത്രമല്ല, ഇതിലെ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് ആൾക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, നമുക്ക് ഒരുപാട് സ്ഥലത്ത് സഞ്ചരിക്കാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. നമുക്ക് ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസം കമ്പനി ട്രാവൽ ഫണ്ട് തരുന്നുണ്ട്. അത് നമ്മുടെ സിൽവർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ്, ഹെൽപ്പിംഗ് ടു അതേഴ്സ്. അറിയാം, നമുക്ക് ആർക്കും പിന്നെ ഒരുപാട് കാശ് കൊടുത്ത് ആരെയും സഹായിക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് സഹായിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഇന്ന് ആരെങ്കിലും ഇതിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ഈ അവസരം ഷെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തതാണ്. നിങ്ങൾ 10 പേരെ അല്ല, നിങ്ങൾ ഓർഗനൈസേഷനിലൂടെ ഒരു 500, 1000 ആൾക്കാർക്ക് ഇവിടെ അവസരം കിട്ടിയിട്ടുണ്ടോ? അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അവരെ വീട്ടിലെത്തുന്ന ഓരോ ചെറിയതായാലും വലിയതായാലും ആ തുകയുണ്ടല്ലോ, അത് മാസം 10-ാം തീയതി കിട്ടുന്നത്, അവർക്ക് വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ്. പറ്റുമെങ്കിൽ നിങ്ങളെ എല്ലാവർക്കും ഷെയർ ചെയ്ത് അറ്റ്ലീസ്റ്റ് അവർക്കൊരു നിങ്ങളെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. നമ്മളെ രക്ഷപ്പെട്ട പോലെ തന്നെ നിങ്ങൾ പിന്നെ മറ്റുള്ളവരെയും കൂടി സഹായിക്കുക. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോ പിന്നെ കമ്പനിയുടെ പേര് പറയാം. അല്ലെ, ഒരു കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ വെസ്റ്റീജ കമ്പനി 2004 സ്റ്റാർട്ട് ചെയ്ത് ഡൽഹിയിൽ ഒരു 10 പ്രൊഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. 22 വർഷമാകുമ്പോഴേക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് 400 പ്രൊഡക്റ്റ്, സ്വന്തമായ പ്രൊഡക്റ്റ് പ്ലസ് 5000 ഓഫീസും 5 കോടിയിലാണ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള കമ്പനിയായി മാറിയിട്ടുണ്ട്. അപ്പൊ അത്ര വളരെ ഗ്രോത്ത് ആണ് കമ്പനിക്ക് മാറിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് മിസ്റ്റർ ഗൗതം ബാലി, മിസ്റ്റർ കൻവർ സിംഗ്, മിസ്റ്റർ ദീപക് സൂദ്, 3 പേരാണ് ഫൗണ്ടേഴ്സ്. ഇതിൽ പ്രസന്റ്ലി ഇന്റർനാഷണൽ പ്രസൻസ് ആയിട്ട് UAE, സൗദി, ബഹ്റൈൻ, ഒമാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ഇവിടെയൊക്കെ കമ്പനി ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. വേറെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ സിംഗപ്പൂരും മലേഷ്യയും അങ്ങനെ പിന്നെ ഖത്തർ, കമ്പനി എവിടേക്ക് ലോഞ്ച് ആയിട്ടില്ല, പക്ഷെ നമ്മുടെ ഫാസ്റ്റ് ആയിട്ട് അവിടെ ഗ്രോ കഴിഞ്ഞു. കാരണം നമ്മുടെ ലീഡേഴ്സിന്റെ കഴിവാണ്. കാരണം അത്രയും ഗ്രോത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ നല്ലൊരു ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. വേൾഡിലെ 100 കമ്പനി എടുക്കുകയാണെങ്കിൽ വെസ്റ്റേജ് 38ാമത്തെ പ്ലേസിലാണ് ഉള്ളത്. അപ്പോൾ അറിയാലോ അതിന്റെ കമ്പനിയുടെ ഗ്രോത്ത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരുപാട് അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻസ് കിട്ടിയ കമ്പനിയാണ്. നെക്സ്റ്റ് പേജിലോട്ട് പോകണമെങ്കിൽ, പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ പോകണമെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അതിന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 16 കാറ്റഗറി ആയിട്ട്.
കാരണം നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരിക്കും എല്ലാം മിക്സ് ആയിട്ട് ഇടുന്നതിനേക്കാളും. അപ്പൊ അത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം. ഇതിലോട്ട് റീഡ് ചെയ്ത് നിങ്ങൾ ഒരുപാട് സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റിലോട്ട് കുറച്ച് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്കൊക്കെ. കുറച്ച് പ്രൊഡക്റ്റുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് അവർക്കാണെങ്കിൽ ഇത് കുറെ ഒരു ടാബ്ലറ്റ്സും ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. ടാബ്ലറ്റ്സ് എന്നൊക്കെ തോന്നുന്നുണ്ടാവാം, പിന്നെ മെഡിസിൻ എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. ഒരിക്കലും മെഡിസിൻ ഒന്നും അല്ല ഇത് കേട്ടോ. ഇത് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തില് ആവശ്യത്തിനുള്ള പോഷകങ്ങളും മിനറൽസും അതുപോലെ തന്നെ പ്രോട്ടീനും കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് അസുഖങ്ങളും ഒക്കെ വരാൻ പിന്നെ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഫുഡ് സപ്ലിമെന്റ് ആണിത്. ഒരിക്കലും മെഡിസിൻ ഇല്ല, ഇത് മെഡിസിൻ അല്ല. ഡോക്ടറെ അടുത്ത് പോയാൽ ഇതൊന്നും കിട്ടൂല. അത് മെഡിസിൻ അല്ല, ഫുഡ് സപ്ലിമെന്റ്, സാധാരണ ഫുഡ് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന സപ്ലിമെന്റ് ആണ്. മനസ്സിലായില്ല? ഇനി മനസ്സിലായില്ല, ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടുന്നുണ്ട്. അവർ പഠിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഇതിനും കൂടി കുറച്ചുകൂടി അറിയാനുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ വീണ്ടും അവർക്ക്, അല്ലെങ്കിൽ നമ്മൾ അവിടെ വീണ്ടും അവരെ ട്യൂഷൻ വിടുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ ട്യൂഷൻ വിടും അവരെ, അതായത് അഡീഷണൽ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ജോയിൻസ് ആൻഡ് ബോൺസ് ഹെൽത്ത്. അതിൽ കാൽസ്യം, ഗ്ലൂക്കോസോമിൻ, കൊളാജൻ. നമ്മുടെ എല്ലിന്റെ പല്ലിന്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ബലത്തിന് വേണ്ടിയിട്ടുള്ളത് കാൽസ്യം. മിക്ക ആൾക്കാരും കാൽസ്യം ഉപയോഗിക്കുന്നുണ്ടാവാം, ഉപയോഗിക്കേണ്ട ആവശ്യമാണ്. നെക്സ്റ്റ് വരുന്നത് ഗ്ലൂക്കോസോമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുണ്ടല്ലോ, എല്ലാ എല്ലും ജോയിൻസും ഒക്കെ ഇടയിൽ ഇത്ര ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിൽ ഒരു സിനോവിൽ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് കുറയുമ്പോൾ ഈ എല്ലുകൾ തമ്മിൽ വരയും. അപ്പൊ നമുക്ക് പെയിൻ വരുന്നുണ്ടാവാം. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സിനോവിൽ ഫ്ലൂയിഡ് ഒരു 10-30 വയസ്സ് കഴിയുമ്പോഴേക്കും, 35 വയസ്സ് ആകുമ്പോഴേക്കും കുറയും. അത് റീഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഗ്ലൂക്കോസോമിൻ ഉപയോഗിക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യാൻ കൊളാജനും കൂടി. ഓക്കെ, കാൽസ്യം, ഗ്ലൂക്കോസോമിൻ, കൊളാജൻ ഉപയോഗിക്കുകയാണെങ്കിൽ ജോയിൻസ് ആൻഡ് ബോൺസ് ഹെൽത്തിന് നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫാസ്റ്റ് ആകുമ്പോൾ എഴുതിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ജസ്റ്റ് പറ്റുന്നവരൊന്നും രണ്ടും നോട്ട് ചെയ്തോളൂ. പിന്നെ ഗ്ലിസമിക് ഹെൽത്ത്, അതായത് നീം എന്ന് പറഞ്ഞാല് ആര്യവേപ്പാണ്. ആര്യവേപ്പിന്റെ കോൺസെൻട്രേറ്റ് ക്യാപ്സൂൾ ആണ്. നമ്മുടെ ഇത് ആന്റിബയോട്ടിക് ആണ്. ചിലവർക്ക് പിന്നെ എന്താ പറയാ, അലർജി, ചെറിയ പെട്ടെന്നൊരു ഫുഡ് അലർജി അല്ലെങ്കിൽ അങ്ങനെ ചെറിയ അലർജികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും കഴിക്കുകയാണെങ്കിൽ, നീം കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ക്യൂർ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ലെവൽക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നീം ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രീ ഗ്ലൂക്കോ ഹെൽത്ത് അതും ഉപയോഗിക്കാം. വളരെ നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷെ പ്രൈസ് വളരെ കുറവാണ്. പിന്നെ ഇത് സ്റ്റിവ്യ എന്ന് കാണിക്കുന്നുണ്ട്. മധുര തുളസിയാണ്. മധുര തുളസി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റിവ്യ. അതായത് നമ്മുടെ സാധാരണ ഷുഗർ ഇല്ലേ, അപ്പൊ ഷുഗർ വളരെ ഡേഞ്ചർ ആണ്. നമ്മുടെ പിന്നെ കരിമ്പ് എടുക്കുന്ന ഷുഗർ ഒന്നുമല്ല, ശരിക്കും കെമിക്കൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷുഗറാണ് എല്ലായിടത്തും ഇപ്പൊ വിൽപ്പന ചെയ്യുന്നത്. അതുകൊണ്ട് ഷുഗറെ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിവ്യ ഉപയോഗിക്കുക. സ്റ്റിവ്യ എന്ന് പറഞ്ഞാൽ മധുര തുളസി ഉണ്ടാക്കുന്നതാണ്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അത് ഷുഗർ പേഷ്യന്റിന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്. നമുക്കറിയാം ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി മിക്കവാറും ആൾക്കാർ മൈൻഡിൽ വന്നിരിക്കുന്ന കോവിഡ് സമയത്തായിരിക്കും അല്ലെ. നമുക്ക് കാണാം, ചിലവരെ കാണാം ദൂരത്ത് കൂടി പനി പിടിച്ച് ആരെങ്കിലും ഒന്ന് കടന്നു പോയാൽ മതി, അത് വളരെ അങ്ങ് മാടി വിളിക്കും അല്ലെ. മാടി വിളിക്കും, പിറ്റേന്ന് നമുക്ക് പനിയാണ്. അങ്ങനെ ഉണ്ട്. ഇമ്മ്യൂണിറ്റി വളരെ കുറവുള്ള ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിന്റെ കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. അതിൽ പറ്റുന്ന ഒന്നാണ് അമല നെല്ലിക്കയാണ്. നെല്ലിക്കയുടെ കോൺസെൻട്രേറ്റ് ക്യാപ്സ്യൂൾ. അമല നിങ്ങൾ വിറ്റാമിൻ സി ആണ്. നിങ്ങൾ പിന്നെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഉണ്ട്, പ്രതിരോധ ശക്തി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ത്വക്ക്, നഖം, അത് മുടി ഒക്കെ, പിന്നെ അതുപോലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചിലർക്ക് ആസ്മ, അലർജി ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അവർക്കൊക്കെ റിസൾട്ട് വരുന്നുണ്ട്. പിന്നെ സ്പൈർലീന ഉണ്ട്. കടൽ പായൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. നമുക്ക് ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതിന് സൂപ്പർ ഫുഡ് ആൻഡ് ഹെൽത്ത് എന്നാണ് പറയുന്നത്. അതിന് അത്രയ്ക്കും ഒരുപാട് യൂസ്ഫുൾ ആണത്. നോനി, ഒരു കാക്കപ്പഴം എന്ന് പറയുന്നില്ലേ, അതുപോലെ ഞാൻ കണ്ടിട്ടില്ല പഴം ഇതുപോലെ, പറയുന്നത് കേട്ടിട്ടുണ്ട് നാട്ടില്. പിന്നെ ഇതില് ഭയങ്കര കയ്പായിരിക്കും പഴത്തിന്. ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം വളരെ കൂടുന്ന പറയുന്നത്. കാരണം അത് കഴിക്കാൻ പാടായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. പക്ഷെ നമുക്ക് വെസ്റ്റ് കമ്പനി എന്താ ചെയ്തത്, അതിനെ ക്യാപ്സ്യൂൾ രൂപത്തിൽ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ആക്കുക. നെക്സ്റ്റ് വരുന്നത് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ പശു പ്രസവിച്ചിട്ട് 6 മണിക്കൂറിനകത്ത് മിൽക്ക് എടുക്കുന്നതാണ്. അതിൽ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കാവുന്നതാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ വളരെ ഇമ്മ്യൂണിറ്റി, ചിലവർക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പനി വരും, പിന്നെ ജലദോഷങ്ങളും ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഒരു ഏജായവർക്കും കൊടുക്കാം. ആർക്കും കഴിക്കാവുന്നതാണ് കൊളസ്ട്രോൾ. നെക്സ്റ്റ് അലുവേര. മിക്ക ആൾക്കാർക്കും വയറ് ഹീറ്റ് ആവുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും പിന്നെ അസിഡിറ്റി വരിക, ഗ്യാസ് വരിക, പിന്നെ അത് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ.
അപ്പൊ അവർക്ക് കഴിക്കുകയാണെങ്കിൽ അലുവര പച്ചയ്ക്ക് കഴിക്കാവുന്നതാണ്, എടുത്തിട്ട് അതിന്റെ ഇത് എടുത്തിട്ട് പൾപ്പ് എടുത്തിട്ട്, പക്ഷെ അത് കയ്പും ഒരു കഴിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അത് പകരമായിട്ട് കമ്പനി നമുക്ക് അലുവരയുടെ ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാപ്സ്യൂൾ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വെസ്റ്റ് പ്രൈമിലോട്ട് വരുന്നത് സീബക്തോൺ. അത് നമ്മൾ ഒരുപാട് ഇത് മഞ്ഞുമലകളിൽ ഉണ്ടാകുന്ന ഒരു കായിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് സീബക്തോൺ. വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അടുത്ത് വരുന്നത് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്. കുട്ടികൾക്ക് വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ കുട്ടികൾ പിന്നെ മുഖത്തൊക്കെ വൈറ്റ് പാട് കാണാം ഒരു വിറ്റാമിന്റെ കുറവ് കാരണം. അതുപോലെ ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ കുട്ടികൾക്കുള്ള ഇഷ്യൂസ് ഒക്കെ മാറുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയൊരു മിഠായി രൂപത്തിലാണ്. ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചോക്ലേറ്റോ മിൽക്ക് ഐറ്റംസ് ഒന്നും അടങ്ങിയിട്ടില്ല അതിൽ. അത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഡിറ്റോക്സ് ആൻഡ് റിജുവനേഷൻ വരുന്നത് ഫൈബർ. നമുക്കറിയാം ചിലവർക്ക് പിന്നെ മലബന്ധം അതുപോലെ ഇഷ്യൂസ് ഒക്കെ കാണുന്നുണ്ടാവാം. ഫൈബർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വളരെ പിന്നെ അങ്ങനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബറിന്റെ വളരെ ആവശ്യമാണ്, പക്ഷെ നമ്മുടെ മിക്ക ഭക്ഷണത്തിൽ നമുക്ക് കിട്ടാറില്ല. അതുപോലെ തന്നെ ഗനോഡർമ റെഡ് മഷ്റൂമാണ്. റെഡ് മഷ്റൂം ഉണ്ടാക്കുന്നതാണ്. അതിൽ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷനും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിറ്റോക്സ്, നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിന് നമ്മൾ കഴിക്കുന്ന പിന്നെ പഴങ്ങൾ പച്ചക്കറികളൊക്കെ ഒരുപാട് വിഷം അടിച്ചിട്ടാണ് വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിന് പുറന്തള്ളാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൂടിയാണ് അത്. പിന്നെ റെഡ് മഷ്റൂം കറി വെക്കാൻ പറ്റും, പക്ഷെ അത് വളരെ ചെലവ് കൂടിയതാണ്. അതുകൊണ്ട് നമുക്ക് നാട്ടിലൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നത്. പിന്നെ മെലറ്റോൺ സ്പ്രേ ആണെങ്കിൽ നമുക്ക് ഓറൽ സ്പ്രേ. ചിലർക്ക് ഉറക്കം വരില്ല മെലറ്റോണിന്റെ കുറവ് കാരണം. അപ്പൊ നമ്മൾ ഉറങ്ങുന്ന അരമണിക്കൂർ മുമ്പായിട്ട് നാവിനടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത് അതിന് ഉറക്കം കിട്ടാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഐ സപ്പോർട്ട് ഉണ്ട്. ഐ സപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ നോക്കിയും മൊബൈൽ നോക്കിയും ഒരുപാട് സ്ട്രെസ് ഒക്കെ അനുഭവിച്ചിട്ട് കണ്ണിന് കാഴ്ച വലച്ചിലൊക്കെ ഉണ്ടാവും. ചില കണ്ണിന് വെള്ളം വരുന്നത്, അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് കുർക്കൂം പ്ലസ് മഞ്ഞളിന്റെ കോൺസെൻട്രേറ്റ് ക്യാപ്സ്യൂൾ ആണ്. നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഫാറ്റി ലിവർ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പഴങ്ങൾ പച്ചക്കറി കഴിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ക്യാൻസറിന്റെ സെല്ലിന് ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഫിറ്റ്നസ് ഓൺ ഡയറ്റ്. ഫിറ്റ്നസ് ഓൺ ഡയറ്റിലോട്ട് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഗനോഡർമ ഇതിൽ വേറെ ഇതുണ്ട്. നമ്മൾ പിന്നെ മൈഗ്രെയിൻ, ചിലവർക്ക് നിർത്താത്ത തലവേദന ഉണ്ട് മൈഗ്രെയിൻ, അവർക്കൊക്കെ ഉള്ളവർക്ക് ഗനോഡർമയും അതുപോലെ ഫ്ലാക്സ് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ വളരെ റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്. അതിൽ വരുന്നത് പ്രോട്ടീൻ പൗഡർ. നമ്മൾ ജിമ്മിൽ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ അല്ല കേട്ടോ, ഇത് ആർക്കാണ് ഉപയോഗിക്കാം. നമ്മുടെ ഒരു ദിവസം 50 കിലോ ഉള്ള ഒരാൾക്ക് 5 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ് ശരീരത്തിൽ. അത് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ അഡീഷണൽ ആയിട്ട് ഐസൊലേറ്റഡ് സോയ ബീൻസ് പ്രോട്ടീൻ ആണ്, തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വെസ്ലിൻ ഷേക്ക്, വെസ്ലിൻ ടീ, വെസ്ലിൻ ക്യാപ്സ്യൂൾ, ഇതൊരു കോമ്പിനേഷൻ ആണ്. ഒരു മിക്ക ആൾക്കാരും പിന്നെ അമിതവണ്ണം വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വണ്ണം പിന്നെ കുറക്കുന്നതിന് വളരെ സഹായകമാകും. ഇത് പെട്ടെന്ന് നമുക്ക് ഒരുപാട് കിലോ കുറക്കാനൊന്നും പറ്റില്ല, കാരണം അതിന് അങ്ങനെ പിന്നെ പെട്ടെന്ന് കുറക്കാനുള്ള ഒരു കെമിക്കൽ ഇതിൽ അടങ്ങിയിട്ടില്ല. നമ്മുടെ നാച്ചുറൽ കലോറി നിലനിർത്തിക്കൊണ്ട് തന്നെ സ്റ്റോലിയ വെയിറ്റ് കുറയത്തുള്ളൂ. ഓക്കെ. വുമൺസ് ഹെൽത്ത്. സ്ത്രീകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടി ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിൽ വരുന്നത് ഫോളിക് ആൻഡ് പ്ലസ്, സ്ത്രീകൾ ഉണ്ടാവുന്ന വിളർച്ച, അനീമിയ ഉണ്ടല്ലോ, അതുപോലെ എല്ലാ ഒരുപാട് ഇഷ്യൂസിനൊക്കെ ഫോളിക് ആൻഡ് പ്ലസ് ഉപയോഗിക്കാവുന്ന, നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ശതാവരി മാക്സ്, സ്ത്രീകൾ ഉണ്ടാവുന്ന പിന്നെ ഇറഗുലർ പീരിയഡ്സ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രാൻബെറി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കുകയാണ്, മാറിക്കിട്ടും. ഹെയർ ആൻഡ് നെയിൽ ക്യാപ്സ്യൂൾ. നമുക്കറിയാം നമ്മുടെ ഏറ്റവും എന്താ പറയുക, നമ്മുടെ സൗന്ദര്യം കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും മിക്ക ആൾക്കാരും. അപ്പൊ നമ്മുടെ ഹെയറിന് വേണ്ടി പിന്നെ എന്റെ സേഫ്റ്റിക്കും, അതുപോലെ തന്നെ നമ്മുടെ നഖത്തിന്റെ പിന്നെ നെയിലിന്റെയും അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ആണ് ഹെയർ ആൻഡ് നെയിൽ ക്യാപ്സ്യൂൾ. നെക്സ്റ്റ് വരുന്നത് പ്രോഹാർട്ടിലാണെങ്കിൽ നമ്മുടെ അറിയാം, നമ്മൾ ജനിച്ചെന്ന് മുതൽ നമ്മുടെ അറിയാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ, ഒരു മെയിൻ്റെനൻസ് തന്നെ പറയാം, ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എൻലാർജിൻ ഉണ്ട്. എൻലാർജിൻ എന്ന് വെച്ചാൽ നമ്മുടെ രക്തധമനികളെ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ റിലീസ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് എൻലാർജിൻ. തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ലൈഫ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണിത്. അതുപോലെ ഫ്ലാക്സ് ഓയിൽ omega-3 omega-6 കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതും നമ്മുടെ LDL HDL കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്യൂട്ടൻ സൈലന്റ് അറ്റാക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നതിന്, കുറയ്ക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്യൂട്ടൻ. 40 വയസ്സ് കഴിഞ്ഞാൽ ക്യൂട്ടന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ക്യൂട്ടൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ
നല്ല സേഫ് ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആയിഷാന്തയുടെ കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഹെൽത്ത് ഫുഡ്. നമുക്കറിയാം മിക്ക ആൾക്കാർക്കും ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ചെറിയ പൈസയിൽ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവാം, അല്ലെ? വെളിച്ചെണ്ണ തീർച്ചയായിട്ടും നിങ്ങൾ വെളിച്ചെണ്ണ മാറ്റിയിട്ട് ബ്രൈസ് പാൻ ഓയിലോട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കുക. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഹെൽത്തിൽ വരുന്ന ചേഞ്ചസ് നോക്കുക. റൈസ് പാൻ ഓയിൽ, തവിടെണ്ണ, ഓക്കെ, നമ്മുടെ വെളിച്ചെണ്ണേക്കാളും പകുതി വിലയേ ഉള്ളൂ. അതിൽ നമുക്ക് തീർച്ചയായിട്ടും കമ്പനിയിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരികയാണെങ്കിൽ ടീ അവൈലബിൾ ആയിട്ടുണ്ട്, കോഫി, ഇൻഡിഗോ പ്രോട്ടീൻ പൗഡർ, സ്നാക്ക് ബാർസ്. കുട്ടികൾക്ക് സ്നാക്ക് ബാർസ്, കുട്ടികൾക്ക് മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൽ ഒരുപാട് ചോക്ലേറ്റും അതുപോലെ ഒരുപാട് പിന്നെ ഹാംഫുൾ ആയിട്ടില്ല, ശരീരത്തിന് ദോഷകരമായ ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ധൈര്യമായിട്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, മിക്കവാറും ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് എടുക്കുകയാണെങ്കിൽ രാവിലെ പോകുമ്പോൾ പാലിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് കഴിക്കുകയാണെങ്കിൽ ഷുഗറുള്ള പേഷ്യന്റിനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് സ്പ്രേ ആണ്. കുറച്ച് സ്പ്രേയുടെ ബോട്ടിൽ കാണുന്നുണ്ടാവും, അല്ലെ? സബ്ലിംഗ സ്പ്രേസ്. വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ഉണ്ട്. വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമില്ല ഒന്നാണ് വിറ്റാമിൻ ഡി. കാരണം ചിലവർ പറയാണ്ട് എത്ര മെഡിസിൻ എടുത്തിട്ടും പിന്നെ നമ്മുടെ അസുഖം മാറുന്നില്ല, ഒരു റിസൾട്ട് വരുന്നില്ല എന്ന്. കാരണം വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ ഒന്നും നമ്മുടെ പിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. മെഡിസിൻ എത്ര കഴിച്ചാലും ഒരു വലിയ റിസൾട്ട് വരില്ല വിറ്റാമിൻ ഡിയിൽ. വിറ്റാമിൻ ഡി വളരെ പിന്നെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കാം. കാരണം വിറ്റാമിൻ ഡി ഒരു പരിധി 10 പോയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിനൊക്കെ ഒരു ചാൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സൈലന്റ് അറ്റാക്കും ഒക്കെ കാണുന്നില്ല പെട്ടെന്ന്. അപ്പൊ വിറ്റാമിൻ ഡി പറ്റുന്നവരെ ചെക്ക് ചെയ്യാം. വിറ്റാമിൻ ഡി ഉപയോഗിക്കാവുന്നതാണ്. നാവിനടിയിലോട്ട് സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. വെയിലൊന്നും കൊള്ളാൻ ചാൻസ് കുറവ് തന്നെ കേട്ടോ. വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ. നെക്സ്റ്റ് വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ ഡി, B12 ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 3 തരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ആര്യവേപ്പിന്റെ നീം ടൂത്ത് പേസ്റ്റ് ആണ്. അത് നമുക്ക് സാധാരണ പിന്നെ പല്ല് വേദന, അതുപോലെ പല്ല് പുളിക്കല്, അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പല്ല് വേദനയൊക്കെ മാറിക്കിട്ടും. കാരണം സാധാരണ നോർമൽ യൂസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് മഷ്റൂം ആണ്. റെഡ് മഷ്റൂമിന്റെ പേസ്റ്റ് ആണ്. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ വരില്ലേ, നാവ് പിന്നെ ചിലവർക്ക് മോണപൊട്ടി ബ്ലീഡിംഗ് ഒക്കെ വരും. അങ്ങനെയുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ റെഗുലറിൽ ഉപയോഗിക്കാൻ നീം പേസ്റ്റ് വളരെ നല്ലതാണ്. നെക്സ്റ്റ് നമ്മുടെ ഡെന്ററിന്റെ അടുത്തൊരു ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ പല്ലിന് ചിലവർക്ക് യെല്ലോ കളർ, ചിലപ്പോൾ പുകവലിച്ചൊരു പിന്നെ ബ്ലാക്ക് കളർ ഒക്കെ വരുന്നുണ്ടാവും. അതൊക്കെ മാറ്റാൻ വേണ്ടി വൈറ്റിംഗ് ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അതും നല്ലൊരു ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് മൗത്ത് വാഷ് ഉണ്ട്. പിന്നെ ബ്രഷ് വരുന്നുണ്ട്. ബ്രഷ് നിങ്ങൾ സാധാരണ ബ്രഷ് അല്ല കേട്ടോ. നിങ്ങൾ ചേച്ചി ഒന്ന് വാങ്ങി നോക്കുക, അതിന്റെ റിസൾട്ട് വളരെ നല്ല ബ്രഷ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ കെയർ. പേഴ്സണൽ കെയർ എന്ന് അറിയാലോ, ഞാൻ പറഞ്ഞു 400ഓളം പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് കമ്പനിയിൽ. അപ്പൊ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് എടുത്ത് പറയാൻ പറ്റൂല, മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ കെയറിലോട്ട് വരികയാണെങ്കിൽ BB ക്രീം, ഷാംപൂ, ഹാൻഡ് ലോഷൻ, സോപ്പ്, പെർഫ്യൂംസ്, പെയിൻ ബാം, ഹെയർ ഓയിൽ, അതുപോലെ തന്നെ മോയ്സ്ചർ ക്രീം, ഫേസ് വാഷ്, ഇന്റിമേറ്റ് വാഷ്, അതുപോലെ തന്നെ ടോക്കും പൗഡർ. നെക്സ്റ്റ് വരുന്നുണ്ട് സൺസ്ക്രീം. അങ്ങനെ ഒരുപാട് ഒട്ടനവധി പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഇതിൽ ഹെയർ ഓയിൽ ആണെങ്കിൽ നമ്മുടെ ഹെർണിക്ക ഫ്ലോറിന്റെ ഓയിലാണ്. ഒരുപാട് റിസൾട്ട് വരുന്ന എല്ലാ റിസൾട്ടിലും പ്രൊഡക്റ്റ് ആണ്. ഹെയർ ഫാളിനും തലമുടി കൊഴിച്ചലിനും വളരാനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് എല്ലാവർക്കും റിസൾട്ട് വരുന്നുണ്ട്. ഷാമ്പു, അതുപോലെ മുടി കൊഴിച്ചലിന് ഷാമ്പു ഉണ്ട്. അതുപോലെ സോപ്പിന്റെ പ്രത്യേകത TFM 76 മുകളിലുള്ള സോപ്പാണ്. കുട്ടികൾക്കും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ മറ്റുള്ള കടകളിൽ കിട്ടുന്നത് TFM കുറവായിരിക്കും, നമ്മുടെ ത്വക്കിന് നല്ല പ്രോബ്ലം വരുന്ന സോപ്പുകളായിരിക്കും. TFM 76 മുകളിലുള്ള ഷോപ്പുകൾ ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ വില നല്ല ഹൈ ആയിരിക്കും. പക്ഷെ നമ്മുടെ വെസ്റ്റിലാണെങ്കിൽ സ്റ്റാർട്ടിങ് 50 രൂപീസ് മാത്രമാണ്. ഒരുപാട് കെമിക്കൽ അടങ്ങാത്ത ഒരുപാട് ഡിയോഡ്രന്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരികയാണെങ്കിൽ പേഴ്സണൽ കെയറിൽ മഡ് മാസ്ക്, ചാർക്കോൾ പീൽ ഓഫ് മാസ്ക്, പപ്പായ സ്ക്രബ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുമത്. നെക്സ്റ്റ് വണ്ടിയുടെ എഞ്ചിൻ. വണ്ടി നമുക്കൊരു നമ്മുടെ വാഹനങ്ങളിൽ ഒരു പരിധി കഴിഞ്ഞാൽ അതിൽ സൗണ്ട് കൂടും, മൈലേജ് ഒക്കെ കുറയും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു എഞ്ചിൻ ഓയിൽ, ഇത് ചെറിയ ഒരു ഓയിൽ ഇതാണ്, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ എഞ്ചിന്റെ പിസ്റ്റനൊക്കെ ഒരു കവറായിട്ട് നിൽക്കും. കവറായി നിന്നുകൊണ്ട് നമുക്ക് മൈലേജ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ സൗണ്ട് കുറയുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഹൈവെസ്റ്റിന്റെ പാത്രം കഴുകുന്ന ഒരു ലിക്വിഡ് ഉണ്ടോ, പാത്രം കഴുകുന്ന ലിക്വിഡ്. അതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ
സാധാരണ നമ്മൾ ഓഫർ ലെറ്റർ നമ്മുടെ ഓഫറൊക്കെ വാങ്ങൂലേ, ഓഫറിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ അതിൽ ഫോസ്ഫേറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പാത്രം കഴുകി വെയിലത്ത് വെക്കുകയാണെങ്കിൽ വൈറ്റ് കളർ കാണാം. ആ വൈറ്റ് കളർ ഉണ്ടല്ലോ, അത് നമ്മുടെ കുടൽ ക്യാൻസറിന്റെ ഒക്കെ കാരണമാവുന്നുണ്ട്. പക്ഷേ ഇവിടെ വെസ്റ്റീന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കാണില്ല. നമുക്ക് ഇത് ഏകദേശം ഒരു ബോട്ടിലുണ്ടെങ്കിൽ 1-2 മാസം അല്ലെങ്കിൽ 3 മാസം വരെ ഉപയോഗിക്കും. കുറച്ച് ഉപയോഗിച്ചാൽ മതി. അത് പിന്നെ നമുക്ക് അടുത്ത ബോട്ടിലിട്ട് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്കും നല്ല പ്രൊഡക്റ്റ് ആണ്. പിന്നെ ടോയ്ലറ്റ് ക്ലീനർ അറിയാലോ, ചെറിയ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട്. പിന്നെ തുണി കഴുകുന്ന ലിക്വിഡ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ പൗഡറും ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ചിലവർക്ക് ഒരുപാട് ആൾക്കാർക്ക് അലർജി ഒക്കെ വരുന്നുണ്ട് കയ്യിൽ. എന്താണ് എത്ര മരുന്ന് കഴിച്ച് മാറില്ല. പക്ഷെ അവരാണെങ്കിൽ നിങ്ങളുടെ കുളിക്കുന്ന സോപ്പ്, പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ്, തുണി കഴുകുന്ന ഇത് പിന്നെ ലിക്വിഡ് അല്ലെങ്കിൽ പൗഡർ മാറ്റുകയാണെങ്കിൽ, വെസ്റ്റിലോട്ട് മാറ്റുകയാണെങ്കിൽ 100% റിസൾട്ട് വരും. ഒരുപാട് ആൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ റിസൾട്ടുകളും ഷാജി സാറിനാണ് ഒരുപാട് ആൾക്കാർ അറിയിക്കുന്നത്, ഗ്രൂപ്പിൽ അറിയിക്കാറുണ്ട്, നമുക്കറിയാം അപ്പോൾ അത്. ഓക്കെ. അപ്പോ അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അണുക്ക് ഇത് നമ്മുടെ ചിലവർക്ക് ഇച്ചിങ് ഒക്കെ ഉണ്ടാവും. ചില സാധാരണ പൗഡറുകൾ ഉപയോഗിച്ച് കഴുകുമ്പോൾ തുണി കഴുകുകയാണെങ്കിൽ ഇച്ചിങ് ഒക്കെ വരും. പക്ഷെ ഇതിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട് ഇത് ഹൈവെസ്റ്റിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യട്ടോ, ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. കാരണം ഷിഫ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ തന്നെ ബിസിനസ്സാണ്. നമ്മൾ ഓരോ ആരാ ഷിഫ്റ്റ് ചെയ്യുന്ന അവരെ തന്നെ ബിസിനസ്സാണ് കേട്ടോ. ഇത് നമ്മുടെ ബിസിനസ്, നമ്മുടെ ഷോപ്പിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ മറ്റൊരു ഷോപ്പിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മുടെ ഷോപ്പിൽ സാധനങ്ങൾ ഉപയോഗിക്കാം. ജെൻസിന്റെ പിന്നെ ഉപയോഗിക്കുക ഫേസ് വാഷ് ഉണ്ട്, അതുപോലെ തന്നെ സോപ്പ്, ഡിയോഡറന്റ് ഒക്കെ ഉണ്ട്. വളരെ നല്ലൊരു പിന്നെ സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. വെല്ലിനയുടെ കളർ കോസ്മെറ്റിക്സ്, ഒരുപാട് കളർ കോസ്മെറ്റിക്സ് ഒഴിവായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് മിസ്റ്റർ ഓഫ് മിലന്റെ ബ്യൂട്ടി കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്, പിന്നെ മസ്കാര, അതുപോലെ തന്നെ നെയിൽ പോളിഷ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ലേഡീസിന് വേണ്ടി. അത് നമ്മുടെ അപ്ലിക്കേഷനിൽ വ്യക്തമായിട്ട് കാണുന്നതായിരിക്കും. നെക്സ്റ്റ് സ്കിൻ ഫോർമുല, ഇത് സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. സ്കിൻ ഫോർമുലയുടെ ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന പ്രൈസ് മാത്രമേ ഉള്ളൂ. പക്ഷേ സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. ഇതിൽ നമ്മുടെ കണ്ണിൻ താഴെയുള്ള ബ്ലാക്ക് മാർക്ക് മാറ്റാൻ നല്ല പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂക്കുരുടെ പാടുകൾ മാറ്റാനുള്ള ബ്ലമിഷ് ജെല്ല്, മൂക്കുർ മാറ്റാൻ, പിന്നെ അതുപോലെ തന്നെ ഫേസ് മാസ്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ഒരുപാട് ലേഡീസിനുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരികയാണെങ്കിൽ അഗ്രി പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നേരത്തെ പറഞ്ഞ പിന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്ന് വരുന്ന നമ്മുടെ ഒരുപാട് വിഷം അടിച്ച പച്ചക്കറികൾ ഉപയോഗിക്കുന്നു നമ്മൾ അല്ലെ. അതൊന്നും ഒഴിവാക്കാൻ വലിയൊരു വളരെ അവസരം കൂടി കമ്പനി തരുന്നുണ്ട്. കാരണം നമ്മുടെ മിക്ക ആൾക്കാരും കൃഷി ചെയ്യാത്ത കാരണം അതിൽ കൃഷിയുടെ ഫലങ്ങൾ വരുന്നില്ല, ഒരുപാട് ഹാർഡ് വർക്കാണെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഇവിടെയാണെങ്കിൽ നിങ്ങൾ ഈ അഗ്രി പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചിലവ് കുറച്ചുകൊണ്ട് നല്ല റിസൾട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ടെറസിലോ നിങ്ങൾ വീട്ടിന് മുറ്റത്തോ എവിടെയും കൃഷി ചെയ്യാനുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ട്. കമ്പനി ആണെങ്കിൽ ട്രെയിനിങ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അപ്ലയൻസ് ഒന്ന് അവിടെ തരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ട്രെയിനിങ് ചെയ്യാം. ഈ അഗ്രി വളരെ വളരെ ഫാസ്റ്റ് മൂവ്മെന്റ് ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് അഗ്രി പ്രൊഡക്റ്റ്. അഗ്രി ഗോൾഡ്, അഗ്രി മോസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പുഷ്പങ്ങൾ ഉണ്ടല്ലോ, ഇത് ഒരു കൃഷി തുടങ്ങുമ്പോൾ മണ്ണൊരുക്കുമ്പോൾ മുതലുള്ള വിളവെടുക്കുന്ന ആ സമയത്ത് വരെയുള്ള ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ട്. നമുക്ക് അതേപോലെ കമ്പനി പറഞ്ഞു ഈ സമയത്ത് ഉപയോഗിക്കുക. അപ്പൊ അതേ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടും. അത്രയ്ക്കും സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എവിടെ ആയിട്ടുണ്ട്. അത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കേണ്ടതുള്ളതാണ്. ഒരുപാട് ആവശ്യമൊന്നുമില്ല, വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ് എയർ പ്യൂരിഫയർ, വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഉണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫയർ അറിയാലോ, നമുക്ക് കുടിവെള്ളം പല ആൾക്കാർക്കും ഇഷ്യൂ ആണ്. കുടിവെള്ളത്തിൽ പിന്നെ മാലിന്യം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് ന്യൂസുകൾ പേപ്പറിൽ കാണാം കുടിവെള്ളത്തിന്റെ ഇഷ്യൂസ് ഒക്കെ അല്ലേ. മഴക്കാലമായാലും വേനൽക്കാലം സെയിം ഇഷ്യൂ ഉണ്ടാവും എല്ലായിടത്തും. പിന്നെ ഒരു പോർട്ടബിൾ ഉണ്ട്, ഒന്ന് വീട്ടിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. പോർട്ടബിൾ ജാറാണെങ്കിൽ നമുക്ക് യാത്രയിൽ കൊണ്ടുപോയിട്ട് ശുദ്ധമായ വെള്ളം എവിടുന്ന് കിട്ടുന്ന ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് നമുക്ക് ശുദ്ധീകരിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ സാധാരണ ഷോപ്പിൽ പോയി കഴിഞ്ഞാലേ അതിന് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നല്ല പറയാം അല്ലെ, പാരമ്പര്യമായിട്ടുള്ള അത് മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആകുമ്പോൾ മാനുഫാക്ചറിങ് പിന്നെ ഒരു കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് 40% മാത്രമേ അവർക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ഉള്ളൂ. മനസ്സിലായില്ലേ? അവര് 100% അയച്ച് നമുക്ക് തരിക. കാരണം ഇതിനിടയിൽ മാനുഫാക്ചറിംഗ് C&F, സൂപ്പർ സ്റ്റോക്ക് ലിസ്റ്റ്, ഹോൾസെയിൽ, റീറ്റെയിൽ, ഇവരെ കയ്യിലൊക്കെ പോയിട്ട് ഇവരൊക്കെ വേണ്ടുന്ന സാധനങ്ങൾ കാശൊക്കെ അടിച്ചു മാറ്റി താഴെ പാവപ്പെട്ട കൺസ്യൂമറായി നമ്മളോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവർക്കൊക്കെ കൊടുക്കണം, എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മളോട്ട് എത്തുന്നത്. അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്, വെറുതെ പിന്നെ ഇരിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയും അതുപോലെ തന്നെ കുറെ നടന്മാരും നടിമാരും ഒക്കെ വന്നിട്ട് പരസ്യം ചെയ്യും. അവർക്കും കൊടുക്കണം. ഇതൊക്കെ വാങ്ങുന്ന നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഈ മാനുഫാക്ചർ കൊടുക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പിന്നെ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി എന്താ ചെയ്യുന്നത്, ഈ ഇടനിലക്കാരെയും
പരസ്യക്കാരെല്ലാം ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കൺസ്യൂമറിലോട്ടാണ് പ്രൊഡക്റ്റ് എത്തുന്നത്. ഇവിടെ ഒരുത്തരം സിനിമാ നടനും ഇല്ല, സിനിമാ നടിയില്ല, ആരില്ല. ഇത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ബിസിനസ്, നമ്മുടെ പരസ്യം ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് ചെയ്യുന്നു എല്ലാം നമുക്കാണ്. അപ്പൊ എന്താ ചെയ്യുന്ന കമ്പനി? ഈ സേവ് ചെയ്യുന്ന 60% നമുക്ക് തന്നെ ഡിവൈഡ് ആക്കി തരികയാണ് ചെയ്യുന്നത്. അല്ലെ, പുറമെ ഒന്നും പോകുന്നില്ല. മനസ്സിലാക്കുക. ഡയറക്റ്റ് സെല്ലിംഗ് മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ആൾക്കാരുടെ മൈൻഡിൽ വരും. കുറെ ആൾക്കാർ, പിന്നെ ചേച്ചിമാരും ചേട്ടന്മാരും ബാഗും തൂക്കി കുറേ വീട്ടിൽ പോകുന്നത്. ഞാൻ നേരത്തെ പിക്ചറൈസേഷൻ പറഞ്ഞില്ലേ, ആ കണ്ട പിക്ചർ ചിലപ്പോൾ മറക്കൂല ആൾക്കാർക്ക്. പുതിയൊരു പ്ലാൻ, നിങ്ങൾ പ്ലാൻ കൊടുക്കാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞു, ആൾക്കാർ പിക്ചറൈസേഷൻ ഒന്ന് ഡയറക്റ്റ് കണ്ടത് മറക്കൂല. അവർ മൈൻഡിൽ അതന്നെ ആയിരിക്കും ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ. ബാഗ് തൂക്കി പോകുന്ന ചേച്ചിമാരും ചേട്ടന്മാരായിരിക്കും. പക്ഷെ ഒരിക്കലും അല്ല, നമ്മുടെ സിസ്റ്റമാറ്റിക് വിന്യൻ ടീമിന്റെ സിസ്റ്റം ത്രൂ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് പോകുന്ന ആ ഡോട്ട് ടു സെല്ലിംഗ് ഒന്നും അല്ല ബിസിനസ്. ഡയറക്റ്റ് കൺസ്യൂമറിലെടുത്താണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനോട് ഇടക്കല്ല. അപ്പൊ 60% സേവ് ചെയ്യുന്ന ഒരാൾക്കല്ല, നിങ്ങളുടെ ടീം, ആരൊക്കെ ടീം വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തവന് കാശ് കിട്ടും കേട്ടോ. അതാണ് ഇതിനെന്താ ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ വെസ്റ്റീജിൽ എന്തൊക്കെയോ പ്രൊഡക്റ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചേഞ്ച് ചെയ്യുക. ഇന്ന് എനിക്ക് 2 സോപ്പ് വേണം, ഓക്കെ 2 സോപ്പ് വാങ്ങി. നാളെ എനിക്കൊരു 10, 200, 500 സാധനം വേണം, ഓക്കെ വാങ്ങിക്കോളി. അങ്ങനെ മാറ്റി മാറ്റി പിന്നെ ഒരു ഫുള്ള് വെസ്റ്റീജിനായി മാറി നമ്മൾ. വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റേ വാങ്ങുള്ളൂ എന്നതിലോട്ട്. കാരണം ഇതിന്റെ ക്വാളിറ്റിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്വാളിറ്റിയാണ്. മനസ്സിലായില്ലേ? കാരണം അത് മാത്രമല്ല, ക്വാളിറ്റി മാത്രമാണോ? അല്ല. ഞാൻ ജസ്റ്റ് ഒരു വരുന്നുണ്ട്. 50% നിങ്ങൾക്ക് കൺസ്യൂമറായി നിൽക്കുമ്പോൾ ബെനിഫിറ്റ്. ഈ ബിസിനസ് ഇട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂമറായി നിൽക്കണം. കാരണം നമ്മൾക്ക് ഈ മനസ്സിലാണ്, നമ്മൾ ഒരുപാട് ആൾക്കാർ ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്, ഒരുപാട് ഓഫർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കി എടുക്കണം. 50% ഓഫർ കിട്ടുന്ന ഒരു കൺസ്യൂമറായിട്ട് നിൽക്കുന്നു ആദ്യം കേട്ടോ. നമ്മൾ ഇതിനോട് പഠിക്കുകയാണ്, പതുങ്ങിയിരുന്ന് പഠിക്കുകയാണ് എന്താണെന്നുള്ളത്. അതിനുശേഷം നമ്മളോട്ട് ഇതിലോട്ട് പിന്നെ ഗോതയിലോട്ട് ഇറങ്ങുള്ളൂ പഠിച്ചതിന് ശേഷം. അപ്പോൾ MRP 10 to 20% ഓഫറാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞാലോ പർച്ചേസ് ഓഫർ അപ് ടു 10%. അതായത് 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 100 രൂപയുടെ 10% വരെ നമുക്ക് ഏതാ ഫ്രീ പ്രൊഡക്റ്റ് വേണ്ടേ അത് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അവിടെ. ക്യാഷ് ബാക്ക് 5 to 16%, 5 മുതൽ 16% വരെ. അതായത് ഞാൻ കുറച്ച് ആ ക്യാഷ് ബാക്ക് ഓപ്ഷൻ ഞാൻ വരുന്നുണ്ട് കേട്ടോ, കുറച്ച് പറയുന്നുണ്ട്, വീണ്ടും തിരിച്ചു വീണ്ടും വരും. പിന്നെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് എനിക്കത് സ്യൂട്ടബിൾ അല്ല, എന്റെ ബോഡിക്ക് അത് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ GST കഴിച്ചിട്ടുള്ള കാശ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സാധനങ്ങൾ വാങ്ങി വെറുതെ ചുമ്മാ റിട്ടേൺ ചെയ്യല്ല കേട്ടോ. നമുക്ക് പിന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ, കാരണം ആൾക്കാർ റിട്ടേൺ ചെയ്യുന്നില്ല, കാരണം അത്ര ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് ആണ്. കൺസിസ്റ്റൻസി ഓഫർ 2900, 3200, അതായത് 100 പോയിന്റ് വാല്യൂ. ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴൊരു പോയിന്റ് വാല്യൂ ഉണ്ട് കേട്ടോ. ഏകദേശം 2900, 3200 ഇടയിൽ ആകുമ്പോഴേക്കും 100 പോയിന്റ് വാല്യൂ സാധനം കിട്ടും. 4 മാസം വാങ്ങുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ, 4 മാസം നമ്മുടെ വീട്ടിലുള്ള സാധനം വാങ്ങുമ്പോൾ 5ാമത്തെ ദിവസം 2515 രൂപയുടെ സാധനങ്ങളാണ് ഫ്രീ കിട്ടുന്നത്. അപ്പോ അത് മനസ്സിലായില്ലേ? 50%. ഇതൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് പകുതി പൈസ മാത്രമേ വരുന്നുള്ളൂ ഇതിന് പ്രൊഡക്റ്റിന്. അപ്പൊ നമ്മളെ തൊട്ടടുത്തുള്ള അടുത്ത ബന്ധുക്കളുടെ ഷോപ്പ് ആയിക്കാലും, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഫ്രണ്ടിന്റെ ചങ്ങാതി ഷോപ്പായാലും, എത്ര വലിയ ഓഫർ ഷോപ്പായാലും ഈ ഓഫർ നമുക്ക് എവിടെയും കിട്ടൂല ഇതുപോലെയുള്ള. അല്ലെ, ഇത് കൺസിസ്റ്റൻസിയാണ്. ഇത് 1-2 ദിവസത്തേക്കല്ല, നമ്മുടെ ലൈഫ് ടൈം കിട്ടുകയാണ് ചെയ്യുന്നത് ഈ ഓഫർ, ഫ്രീ പ്രൊഡക്റ്റ്. മനസ്സിലായില്ലേ? ഈ ഫ്രീ പ്രൊഡക്റ്റ് ഇപ്പൊ ആരൊക്കെയും ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്തുള്ളവർക്ക് കൊടുത്ത് ചില്ലറ കാശ് കൊടുക്കും. അപ്പൊ അവര് കാശ് കിട്ടിയല്ലോ, അടുത്തുള്ളവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയല്ലേ, ജസ്റ്റ് കാശ് കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. അപ്പോ സാധാരണക്കാരനും ഏതാർക്കും ഒരു കൺസ്യൂമറായി നിൽക്കുമ്പോൾ ഇത്ര ബെനിഫിറ്റ് ആണ്. ഒരു കൺസ്യൂമർക്ക് പറഞ്ഞ ബെനിഫിറ്റ് ആയിട്ടുള്ളൂ, ബിസിനസ്സിലോട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇനി ബിസിനസ്സിലോട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ കൺസ്യൂമറിൽ നിന്നുകൊണ്ടാണ് ബിസിനസ്സിലോട്ട് പോകുന്നത്. ഒരു ബിസിനസ് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 9 തരത്തിലെ ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത്. 9 ടൈപ്പ് ഓഫ് ഇൻകം. സേവിംഗ് ഓൺ കൺസംപ്ഷൻ 10 to 20%. ഞാൻ പറഞ്ഞു 10-20% വരെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് ബോണസ് ആയിട്ട് 5 to 16%. ഡയറക്ടർ ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ടീം ബിൽഡിങ്ങിന്റെ ബോണസ്, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ടീം ബിൽഡ് ചെയ്യൂലേ, അതിന് ബോണസ് ഉണ്ട്. ലീഡർഷിപ്പ് ബോണസ് ഉണ്ട്. ട്രാവൽ ചെയ്യാനുള്ള ഫണ്ടുകൾ കമ്പനി തരുന്നുണ്ട്. കാർ വാങ്ങാനുള്ള ഫണ്ട് തരുന്നുണ്ട്. വീട് വെക്കാനുള്ള ഫണ്ട്, എല്ലാവർക്കും ബോണസ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ തരത്തിൽ വരുന്നുണ്ട്. ഇതേ പതിയെ വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആൾ, പുതിയ ആൾക്കാരുണ്ടാവും, പഴയ ആൾക്കാരുണ്ടാവും. എല്ലാവരോടും നിങ്ങൾ ആരാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്, അവര് നിങ്ങളെ സ്പോൺസർ ആണ് കേട്ടോ. അതിന് സ്പോൺസർ എന്നാ പറയാ. ആരാ നിങ്ങളെ സ്പോൺസർ? ഇവരാണ് നിങ്ങളെ സ്പോൺസർ. അവർ നിങ്ങളെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു വരുമാനം വാങ്ങി തന്നാൽ മാത്രമേ അദ്ദേഹത്തിന് കൂടെ നിങ്ങൾ നിൽക്കുള്ളൂ. കാരണം നിങ്ങളുടെ അദ്ദേഹത്തിന് ഒരുപാട് വലിയൊരു ബിസിനസ് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇൻകം അല്ല, നമ്മൾ കൂടെ വന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതുകൂടെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ അതിലൂടെ ഓർഗനൈസേഷൻ വന്ന ആ ബിസിനസ് ആണ് നമ്മുടെ ബിസിനസ്. അപ്പോൾ സ്പോൺസർ 100% നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. പിന്നെ വെസ്റ്റീജ് കമ്പനി നമ്മുടെ പിന്നെ
കമ്പനിയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും 100% നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ വിന്നിൻ ടീം ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ബിസിനസ് ചെയ്യുന്നത് വിന്നിൻ ടീം എന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ ആണ്. അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ ജസ്റ്റ് താഴെ തെന്നിപ്പോയി എന്ന് കൈ പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് വിന്നിൻ ടീം കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ സ്പോൺസറും കൂടെ ഉണ്ടാവും, ബെസ്റ്റും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ വിജയിക്കണേ നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. ചെറിയൊരു തീരുമാനം എടുത്താൽ മതി. എനിക്ക് എന്താ വേണ്ടത് ഇന്ന് തീരുമാനം എടുക്കാൻ അത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തീരുമാനം എടുക്കുക, എഴുതി വെക്കുക. കാരണം ഇന്ന് തീരുമാനം എടുത്തപ്പോൾ 2 ദിവസം മറന്നു പോകും കേട്ടോ. അപ്പൊ അത് എഴുതി വെക്കുക. നെക്സ്റ്റ് പെർഫോമൻസ് ബോണസ് ഞാൻ പറഞ്ഞല്ലോ, 5 to 16% നമുക്ക് കിട്ടുന്നില്ല. അതെങ്ങനെ കിട്ടുന്ന വെച്ചാൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിനൊരു പോയിന്റ് വാല്യൂ ഉണ്ട്. ഏകദേശം ഒരു 30-33 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു പോയിന്റ് വരും കേട്ടോ, ഒരു പോയിന്റ്. അതിൽ നമുക്ക് ആദ്യം കമ്പനി ചെയ്യുന്ന ഓഫർ നമ്മുടെ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ 5% നമുക്ക് ബോണസ് ആയിട്ട് വരും. എല്ലാം മാസം 10-ാം തീയതിയാണ് കേട്ടോ. 10-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അക്കൗണ്ട് കണക്ട് ആക്കിയില്ല ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് ആകുമ്പോൾ ചെക്കായിട്ട് കമ്പനി തരും. 100% കമ്പനി നമ്മളെ കാശൊന്നും എടുക്കില്ല, നമുക്ക് വിളിച്ച് തരും. എവിടെ ഉണ്ട് അവിടെ നിന്ന് കൊടുത്തരും. പിന്നെ അത് 600 പോയിന്റ് വാല്യൂ ആകുമ്പോഴേക്കും അത് 8% ആയി നമ്മുടെ പിന്നെ പ്രോഫിറ്റ് പെർസെന്റേജ്. അത് കഴിഞ്ഞ് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് 2400 പോയിന്റ് എപ്പോഴാണ് 12% ആയിട്ടുണ്ട്. പിന്നെ 5500 പോയിന്റ് ആകുമ്പോഴേക്കും 16% എന്ന ലെവലെത്തുകയും ആ മാസം നമ്മൾ മിനിമം 2000 PV എങ്കിലും പോയിന്റ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രോൺസ് എത്തുന്ന ലെവലെത്തുകയും ചെയ്തു. ഈ ഒരുപാട് പോയിന്റുകളൊക്കെ കാണുമ്പോൾ വലിയ പേടിയാവുന്നുണ്ട് കാണുമ്പോൾ അല്ലെ. ഒന്നുമല്ല, നമ്മളല്ല കേട്ടോ, നമ്മൾ മാത്രമല്ല, നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യൂലേ. നല്ലൊരു ഷാജി സാർ പറയുന്ന പോലെ നല്ലൊരു ഹോട്ടലിൽ കയറി നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ എന്തായാലും നല്ല ഭക്ഷണം എന്ന് പറയും, അത് അവിടെ പോയി കഴിക്കും അല്ലേ. അപ്പോ പിന്നെ നല്ല സിനിമ കണ്ടാൽ അങ്ങനെ ആൾക്കാർ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർ കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ അവിടെ അവർക്ക് പറഞ്ഞിട്ടൊന്നും യാതൊരു പ്രതിഫലവും ഇല്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ നമ്മളിത് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവരും നമ്മുടെ കസ്റ്റമറായിട്ട് വരും, പതിയെ അവർ ബിസിനസ്സിലോട്ട് വരും. അപ്പോൾ ഈ നമ്മുടെ ഈ ബിസിനസ് ഷെയർ ചെയ്ത ആൾക്കാർ വാങ്ങുന്ന പ്രൊഡക്റ്റും അതിന്റെ പോയിന്റ് വാല്യൂ നമ്മുടെ പോയിന്റ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്നതല്ല, നമ്മുടെ ടീമിൽ ചിലപ്പോൾ ഇന്ന് ജോയിൻ ചെയ്ത ആളോ ചിലപ്പോൾ 2000 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്നത് എല്ലാം നമ്മുടെ പോയിന്റ് വാല്യൂ ആണ്. അതൊക്കെ അക്യുമുലേറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഈ മാസത്തെയും അടുത്ത മാസത്തെയും കഴിഞ്ഞ മാസത്തെ അക്യുമുലേറ്റ് ആണ് പോയിന്റ്. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, നമുക്ക് എല്ലാത്തിനും നല്ല സ്റ്റോറി ഡെവലപ്പ് ചെയ്യേണ്ട അവസരമുണ്ട്. വേറെ കമ്പനി ഓഫർ ചെയ്യുന്നത് വെച്ചാൽ ഈ 600 പോയിന്റ് നമുക്ക് വേണം 8% ആവാൻ അല്ലെ, 600 പോയിന്റ്. പക്ഷെ സിംഗിൾ മന്തില് നമ്മൾ 300 പോയിന്റ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ഫാസ്റ്റ് ആയിട്ട് 8% ആവാം. പിന്നെ വേറൊരു കാര്യം, 5500 പോയിന്റ് ആണ് നമുക്ക് ഇതില് പിന്നെ സാധാരണ ബ്രോൺസ് ആവാൻ വേണ്ടി വരുന്നത്. 5500 പോയിന്റ് എപ്പോഴാണ് അക്യുമുലേറ്റ് ആവുന്നത്, അപ്പോഴാണ് നമുക്ക് വേണ്ടത്. പക്ഷെ കമ്പനി വേറെ ഓഫർ ചെയ്യുന്നത് സിംഗിൾ മന്തിൽ നിങ്ങൾ 4500 പോയിന്റ് ഒന്നിച്ച് കൊണ്ടുവരാൻ റെഡിയാണോ, നിങ്ങളുടെ ടീമുമായിട്ട് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പിന്നെ ബ്രോൺസ് ആയിട്ടുള്ള ഒരു അവസരമുണ്ട് അല്ലേ. മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് നിങ്ങളുടെ അപ്ലൈനായിട്ട് ഇരുന്നിട്ട് ഒന്ന് ക്ലിയർ ആക്കണേ കേട്ടോ. നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, മിക്ക ആൾക്കാരും നോട്ട് ചെയ്യുന്നുണ്ടാവും തോന്നുന്നു കേട്ടോ. കാരണം നമ്മള് ബിസിനസ് ആണ്, നിങ്ങൾക്ക് ഓരോ ആൾക്കാരും വിലപ്പെട്ടതാണ്, നിങ്ങൾ ഓരോ വിലപ്പെട്ട സമയമാണ്. അപ്പൊ കുറച്ച് ഫാസ്റ്റ് പറയുമ്പോൾ ബുദ്ധിമുട്ടാവരുത് ആൾക്കാർക്ക്. ഇത് നമ്മുടെ അറിയാം, ഞാൻ പറഞ്ഞു ബ്രോൺസ് റേറ്റർ ആയി അല്ലേ, നമ്മുടെ 5500. എങ്ങനെയാണ് ബ്രോൺസ് റേറ്റർ ആയത്? ഞാൻ പറഞ്ഞത് 6 പേരുണ്ട്. 6 പേരെ ഓഫർ നമ്മൾ സ്പോൺസർ ചെയ്തിട്ട് 6 പേര് ഓർഗനൈസേഷനിലൂടെ പോകുന്ന ബിസിനസ്സിലൂടെയാണ് നമുക്ക് ബ്രോൺസ് റേറ്റർ ആകാൻ പറ്റിയത്. ഓക്കെ, 6 പേര് ഇല്ല, നമ്മൾക്ക് 2 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ടീം 1 പേരേ ഉള്ളൂ, കുഴപ്പമില്ല. ടോട്ടൽ ആയിട്ട് ആ പോയിന്റ് വാല്യൂ അവിടെ വന്നാൽ മതി. മനസ്സിലായില്ലേ? മിക്കവാറും നമ്മൾ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു 6 ഓർഗനൈസേഷൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിക്കുക, 6 ഓർഗനൈസേഷൻ പിന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഒരു പിന്നെ നമ്മുടെ വലിയ വലിയ ഷോപ്പുകളും ലുലും അവരെ പിന്നെ ആസ്റ്റർ ഒക്കെ കാണാം. അവര് ഒറ്റയടിക്ക് ഒരുപാട് ഏരിയയിൽ ഷോപ്പുകളായിരിക്കും ഡെവലപ്പ് ചെയ്യുക ഒറ്റയടിക്ക്. നമ്മളത് ശ്രദ്ധിക്കുക. നമ്മുടെ ഒരുപാട് ഷോപ്പുകളാണ്, ഒരാളെന്ന് പറയുന്ന ആ ഏരിയയിൽ ഷോപ്പുകളാണ് ആയിട്ട് കണക്ക്. അപ്പൊ നമ്മുടെ ഒരുപാട് സ്ഥലത്ത് ഒന്നിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഈ മാസം പറ്റില്ല, അടുത്ത മാസം പറ്റില്ല, പിന്നത്തെ മാസം പറ്റില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നമുക്ക് ബ്രോൺസ് ട്രൈ കഴിഞ്ഞാൽ എന്താ കാര്യം, ഡയറക്ടർ ബോണസ് 15% കിട്ടുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? ഡയറക്ടർ ബോണസ് 15% കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രോൺസ് ഡയറക്ടറായി നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ വന്ന ഒരാളുണ്ടാവും, സിൽവർ ഡയറക്ടർ. അവരെ നമ്മൾക്ക് ബ്രോൺസ് ഡയറക്ടർ ആക്കുകയാണെങ്കിൽ നമ്മൾ സിൽവർ ഡയറക്ടർ ആവും. അതായത് നമുക്കൊരു പ്രൊമോഷൻ ലെവലെത്തി. അതുകൂടെ നമുക്ക് ട്രാവൽ ഫണ്ട് സ്റ്റാർട്ട് ആവുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ട്രാവൽ ഫണ്ട് ഇവിടെയാണ് സ്റ്റാർട്ട് ആവുന്നത് സിൽവർ ഡയറക്ടർ ആകുമ്പോൾ. അപ്പോൾ ടീം ബിൽഡിംഗ് ബോണസ് 3% നമുക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ലീഡർഷിപ്പ് ഓവർ ബോണസ് 18%. അതായത് ഇത് വലിയൊരു എമൗണ്ട് ആണ്. നമ്മള് ഒരു ലെഗില് നമ്മൾ എത്ര ലെഗ് ഉണ്ടോ, ഒരു ലെഗിൽ 5665 PV, ഒരു ടീമിൽ 5665 PV വരുമ്പോൾ അതിന് ഒരു LOB എന്ന് പറയും. നല്ലൊരു എമൗണ്ട് വരുന്ന ഇതാണ്. അപ്പൊ അങ്ങനെ എത്ര LOB വേണം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതും കൂടി നമുക്ക് അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഒരുപാട് രാജ്യത്ത് സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ കമ്പനി തരുന്നുണ്ട്. ഓരോ പ്രാവശ്യം കമ്പനി ഷെഡ്യൂൾ ചെയ്യും. നമുക്ക് നമ്മുടെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്.
അടുത്ത നമുക്ക് കാർ ഫണ്ട് കൂടി കമ്പനി തരുന്നുണ്ട് 5%. അതെങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ വന്ന 3 ആൾക്കാരെ ബ്രോൺസ് ഡയറക്ടർ ആക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു വരുമാനത്തിൽ എത്തിക്കുക. അപ്പൊ നമ്മൾ സ്റ്റാർ ഡയറക്ടർ ലെവലെത്തും. അടുത്ത പ്രൊമോഷനാണ്. അപ്പൊ നമുക്ക് കാർ ഫണ്ട് എല്ലാ മാസം EMI കിട്ടുന്നുണ്ട്. നമ്മളെ ഓർഗനൈസേഷൻ ഇപ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഷാജി സാറ് അതുപോലെ തന്നെ ഭീമ മേഡം ഒക്കെ കാർ ഫണ്ട് വാങ്ങുന്ന ആൾക്കാരാണ്. എല്ലാ മാസം EMI ആയിട്ട് അവർക്കൊക്കെ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട കാറുകൾ വാങ്ങാം. പിന്നെ വെസ്റ്റേജ് ഹൗസ് ഫണ്ട്, നമ്മുടെ വെസ്റ്റേജിന്റെ ഹൗസ് ഫണ്ട് 3% കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6 ഓർഗനൈസേഷനെ നമ്മുടെ 6 ഓർഗനൈസേഷനെ ബ്രോഡ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ ക്രൗൺ ഡയറക്ടർ എന്ന ലെവൽ എത്തുകയും നമുക്ക് ഹൗസ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് ലൈഫ് ടൈം ഹൗസ് ഫണ്ട് കിട്ടുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ ഡ്രീംസ് എല്ലാം ഇവിടെ സക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണസ് 2%. നമ്മുടെ ഓർഗനൈസേഷൻ 8 ആൾക്കാരെ ബ്രോഡ് ഡയറക്ടർ ആക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറും, 12 പേരെ നമ്മൾ ബ്രോഡ് ഡയറക്ടർ ആക്കുകയാണെങ്കിൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറും, അതുപോലെ തന്നെ 16 പേരെ ഡബിൾ ക്രൗൺ ഡയറക്ടറും, അതുപോലെ 16 പേരെ നമ്മുടെ ബ്രോൺസ് ഡയറക്ടർ ആക്കുകയാണെങ്കിൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന ലെവലെത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് 16 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് DUCD എന്ന ലെവലെത്താം. പക്ഷേ കമ്പനി വേറൊരു ഓഫർ ചെയ്യുന്നുണ്ട്. 16 ഓർഗനൈസേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെ പാടാണ്. കമ്പനി പുതിയൊരു ഓഫർ കൂടി തരുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. 6 പേരെ വെച്ചുകൊണ്ട് നമുക്ക് ഇതേ ഇൻകം ലെവൽ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ചെറിയ ടേംസ് ആൻഡ് കണ്ടീഷൻ അതിൽ വെച്ചിട്ടുണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ സക്സസ് ആവാൻ വേണ്ടി ഒരു ഡൗട്ടും ഇല്ല. 100% സക്സസ് ആവാൻ പറ്റുന്നതായിരിക്കും. ഇതില് പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇതിൽ അറിയാലോ, നമ്മുടെ എന്താണ് ബിസിനസ് തിരഞ്ഞെടുക്കുന്നത്, അത് നമ്മളിപ്പോ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് പോകണം. പിന്നെ നമ്മുടെ വലിയൊരു ഉദാഹരണം ഇപ്പം തന്നെ നമ്മുടെ ഷാജി സാർ എപ്പോഴും പറയാറുണ്ട്. നമ്മളിപ്പോ ഈ കാലത്ത് എവിടെയെങ്കിലും വലിയ ടൗണിൽ പോയിട്ട് STD ബൂത്ത് വെച്ചു ആരെങ്കിലും വരുമോ അടുത്തേക്ക്? വരില്ലല്ലോ. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, അതിലോട്ടല്ലേ ആൾക്കാർ പോകുള്ളൂ. ഇപ്പോൾ E-commerce ആണ്. ഇപ്പൊ ഷോപ്പുകൾ ഒരുപാട് ഷോപ്പുകൾ കാണാല്ലേ, ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ എല്ലാം കാണുന്നുണ്ടാവാം. പക്ഷെ അതിലൊക്കെ എന്താ സംഭവം, കച്ചവടമൊക്കെ വളരെ കുറവാണ്. അമേരിക്കൻ കമ്പനിയൊക്കെയാണ് കാശ് ഉണ്ടാക്കുന്നത്. നമ്മളെ മുന്നിലൂടെ അങ്ങോട്ടോടും ചെറുപാഞ്ഞുണ്ടാക്കുന്നത്. ആമസോണും അതൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് E-commerce വഴി. അപ്പൊ തീർച്ചയായിട്ടും E-commerceന് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാലമാണ് ഇത്. തീർച്ചയായിട്ടും നമ്മൾ എത്തിയിരിക്കുന്നത് അതേ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ഉള്ള ബിസിനസ്സാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പൊ പോകുന്ന ട്രെൻഡിങ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ആണ്. നമുക്ക് അറിയാം വലിയ ഒരുപാട് ആൾക്കാരെ ഇവിടുന്ന് ദുബായിൽ നിന്നൊക്കെ പരിചയപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒരുപാട് വലിയൊരു പൊസിഷൻ ഇരിക്കുന്നത്. അവരൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ഇപ്പോ ഞാൻ ഇന്നാളൊരു ഇത് കേട്ടപ്പോൾ സെർച്ച് ചെയ്ത് നോക്കി, ട്രംപ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ട്രംപിന്റെ അത് പോകുമ്പോൾ അവിടെ അതും ഉണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇതിന്റെ സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിലൊരു സെൻട്രൽ ബുക്ക് കൊടുത്തിട്ടുണ്ട്, ദി വെൽനസ് റെവല്യൂഷൻ എന്ന ബുക്ക്. അതിൽ പോൾസൺ പിൽസർ അമേരിക്കൻ എക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് IT പ്രയോഗിച്ച വ്യക്തിയാണ്. ഇനി വരുന്ന കാലങ്ങൾ IT യുഗമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സത്യം ആണ്. IT യുഗമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇനി വരുന്ന മില്യൻസും ട്രില്യൻസും സൃഷ്ടിക്കാൻ പോകുന്നത് വെൽനസ് യുഗമായിരിക്കുന്നതാണ്. വെൽനസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, യോഗ വരും, ജിമ്മ്, മെഡിറ്റേഷൻ, വാട്ടർ ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി, എയർ ഇൻഡസ്ട്രി ഒക്കെ വരുന്നുണ്ടാവും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ, നമ്മൾ പറഞ്ഞ കാര്യത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ആയതാണ് ഇത്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന ബിസിനസ്സും E-commerce, നെറ്റ്വർക്ക് മാർക്കറ്റിംഗും വെൽനസ്സും എല്ലാം കമ്പനി ആയിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബിസിനസ് നമ്മുടെ ബിസിനസ്സാണ്. ഇവിടെ ഇരുന്ന് ഓരോ ആൾക്കാർക്കുള്ള ബിസിനസ്സാണ്. അത് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇന്ന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയൊരു അവസരം ഇവിടെ ഉണ്ട്, ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും. ഞാനിവിടെ 3.5 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലായിട്ട് ചെയ്യാനുള്ള അവസരങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. കാരണം നമ്മുടെ ബിസിനസ് മിക്കത് നടക്കുന്നത് നാട്ടിലാണ്. ഇപ്പൊ നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ഷാജി സാറ്, അദ്ദേഹം 3-4 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വീട്ടിൽ തന്നെ ഇത് ഇത്രയും കാലമായിട്ടും 4 വർഷമായിട്ടും ചെയ്യുന്നത് ഡിജിറ്റലായിട്ട് ചെയ്യുന്നതാണ്. ഫിസിക്കലി നമ്മൾ എപ്പോഴും കുറച്ച് പ്രാവശ്യം ഞാൻ ഓഫീസിൽ മീറ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. നമ്മുടെ ബിസിനസ് മൊത്തം UAE ഇരുന്നു കൊണ്ട് ഒരുപാട് രാജ്യത്താണ് ചെയ്യുന്നത്. പക്ഷെ നാട്ടിൽ ഇരുന്നു കൊണ്ട് UAE-ലും സൗദിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്ലോബൽ ബിസിനസ് ആണ്. നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും എവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും ചെയ്യാൻ പറ്റും. ചിലവർക്ക് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ചിലവർക്ക് വിഷ്വൽ ആയിരിക്കും. നമുക്ക് ഒരുപാട് ആൾക്കാരെ കണ്ട് സംസാരിച്ച ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഫിസിക്കലായിട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അതിന് ഫിസിക്കൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരുപാട് എല്ലാ ഏരിയയിലും കമ്പനി അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫിസിക്കൽ മീറ്റിംഗ്, ട്രെയിനിങ് സെഷന്. അതുപോലെ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളൂ അതൊക്കെ അവിടെ കമ്പനി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഓരോ ആൾക്കും അവിടെ ഗ്രോ ആവാൻ വേണ്ടിയിട്ട്.
ഇത്രയും വലിയ അവസരം നമ്മൾക്ക് കമ്പനി അറേഞ്ച് ചെയ്ത് തരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാം, 100% സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വലിയ അവസരം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോ ആളും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ചെയ്യാൻ നിൽക്കുക. നിങ്ങൾ കൊച്ചുകുട്ടികളെ, ഇപ്പൊ ഷാജി സാറിന്റെ അടുത്ത് തന്നെ നമുക്ക് എപ്പോഴും കാണാം സാറിന്റെ മകൻ കണ്ണൻ. അപ്പൊ അവനിപ്പോ ഏകദേശം പ്ലാൻ പ്രസന്റേഷൻ പോലും പറയുന്ന എന്താ പറയാ എല്ലാം അറിയാം അവന്. കാരണം നിങ്ങൾ ഓരോ കുട്ടികളും നാളെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അടുത്ത 2-3 തലമുറക്ക് കൈമാറുള്ള ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾ കുട്ടികളും വീട്ടുകാരും, പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനെ കൂട്ടുക, വൈഫാണ് ഹസ്ബൻഡിനെ കൂട്ടുക, പിന്നെ കുട്ടികളൊക്കെ ചേർത്ത് നിർത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ 100% സപ്പോർട്ട് പിന്നെ സക്സസ് ആവാൻ പറ്റും. നിങ്ങളെല്ലാ വീട്ടിലെ ചില വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ചിലപ്പോൾ 1-2 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റാലും കുഴപ്പമില്ല. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഫാസ്റ്റായി തീർത്തിട്ട് കുറച്ച് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ, കഷ്ടപ്പാടാണ്, ആദ്യം കഷ്ടപ്പാട് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ ഇതിൽ ഇൻവിറ്റേഷൻ കൊടുത്ത ഒരാൾ ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ 1-2 വർഷം സാധനം വാങ്ങാം, എനിക്ക് ലൈഫ് ടൈം കാശ് വേണം, കിട്ടുമോ? ഇല്ല. കാരണം ഇത് കഷ്ടപ്പെടുന്ന ആദ്യം കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പാസീവ് ഇൻകത്തോട് മാറാൻ പറ്റും, അല്ലെ? പാസീവ് ഇൻകത്തോട് മാറിയാൽ മാത്രമേ നമുക്ക് വളരെ ഇൻകത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും ഇതിൽ സക്സസ് ക്രിയേറ്റ് ചെയ്തേ ഒരുപാട് ആൾക്കാർ ഇത് പിന്നെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷത്തോട് പറയാനുള്ളത്. എന്നിട്ട് നമുക്ക് ഇപ്പോഴും 10-65 പേര് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നുണ്ട്, വീഡിയോ ഓഫ് ആക്കിയിരിക്കുന്നുണ്ട്. എങ്ങനെയായാലും ബിസിനസ് വിജയിക്കാൻ പറ്റും കേട്ടോ, വീഡിയോ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും തീരുമാനം എടുക്കണം. പക്ഷെ നമ്മൾ പിന്നെ ഇതില് വളരെയധികം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മുടെ കൂടെ ആരാണ് നമ്മുടെ ഈ ഓഫർ ആർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അവർ നമ്മുടെ കൂടെ ചേർത്തുകൊണ്ട് അവർക്കൊരു വരുമാനം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്റെ വരുമാനത്തിന് ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്റെ ബിസിനസ് അവിടെ ഫ്ലോപ്പായി പോകും. കാരണം ഞാൻ എന്റെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും ഇവിടെ സക്സസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൂടെ വന്ന ഒരാളെ നിങ്ങൾ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും വരും. ഇന്നൊരു നാളെ കിട്ടൂല. അവരെന്ന ഓർഗനൈസേഷനൂടെ, വലിയൊരു ഓർഗനൈസേഷനൂടെ നിങ്ങൾക്ക് വരുന്ന ഇൻകം ആയിരിക്കും നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ പിന്നെ കൺഫ്യൂഷൻ ആയിട്ട് ഒരുപാട് ആൾക്കാരെ ഡിസ്കസ് ചെയ്യാതെ നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള അപ്ലൈനായിട്ട് ഇരുത്തുക. കാരണം ആക്റ്റീവ് അപ്ലൈ എന്ന് പറയാൻ എന്നെ ഇവിടെ ബിസിനസ് കൊണ്ടുവന്ന അപ്ലൈൻ ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല. കാരണം അവരെനിക്ക് ഇത്ര വലിയ അവസരം തന്നിട്ട് അവര് ബിസിനസ് സ്കിപ്പ് ആയിട്ടുണ്ട്. കാരണം അവർക്ക് ഇതിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പല ആൾക്കാരും നമ്മൾ ബിസിനസ് മറ്റുള്ളവരെ പിന്നെ അവസരം കൊടുക്കുന്നത് ജസ്റ്റ് നമ്മൾ കേട്ടോട്ട് മറ്റുള്ളവരെ ഷെയർ ചെയ്യും അവസരം. അവർക്കും ചെയ്യണം ബിസിനസ് പഠിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക, അവരെ കൂടെ തന്നെ നിന്ന് അവർക്കും ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു അവസരം കൊടുക്കുക. അപ്പൊ ഞാൻ ഏകദേശം 1 മണിക്കൂർ തന്നെ ആയതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോ മൈക്ക് ബാക്ക് ടു MC. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പിന്നെ വിജയം, നല്ല സക്സസ് ഉണ്ടാവട്ടെ. ഒരുപാട് ഉയരത്തിലെത്താൻ പറ്റട്ടെ, ഒരുപാട് ഇൻകത്തിലെത്താൻ പറ്റട്ടെ. തീർച്ചയായിട്ടും എന്റെ ഭാഗത്തുനിന്നും നമ്മുടെ ഓർഗനൈസേഷൻ ഭാഗത്തുനിന്നും എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സുരേഷ് സാർ. വളരെ ലളിതമായിട്ട് തന്നെ ഈ ഒരു പ്രസന്റേഷൻ കൈകാര്യം ചെയ്തു. അപ്പൊ എല്ലാവരും സ്ഥിരമായിട്ട് നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് അറിവ് അത്യാവശ്യമാണ്. ബിസിനസിനെ കുറിച്ചും പ്രോഡക്ട്സിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചൊക്കെ അറിയാനായിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അറിവ് സമ്പാദിക്കുക. പക്ഷെ ഈ അറിവ് ഉണ്ടായാൽ മാത്രം സക്സസ് ആവാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഒരു തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നല്ലൊരു ഉറച്ച തീരുമാനം എടുക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. ശുഭരാത്രി. താങ്ക് യു.